السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ اضري لنا بهذا المحضر ولتأتي في بنظرة تأتي لنا بظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. സൂറത്ത് നിസായിലെ 144 മുതൽ 147 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ആയത്തുകളൊക്കെ മുനാഫിഖീങ്ങളെ ഊന്നൽ നൽകി സംസാരിക്കുന്നതാണ്. മോമിനീങ്ങളതിൽ പാലിക്കേണ്ട അദബുകൾ, അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഏത് രൂപത്തിൽ പെരുമാറണം എന്ന കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താനൻ മുബീന. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പകരം നിങ്ങൾ കാഫിരീങ്ങളെ, സത്യനിഷേധികളെ നിങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായി സ്വീകരിക്കരുത്. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഉറ്റ സുഹൃത്തുക്കളായി നിങ്ങൾ സ്വീകരിക്കരുത്. അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താനൻ മുബീന, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തുരീദൂന അൻ തജഅല ലില്ലാഹി അലൈക്കും സുൽത്താനൻ മുബീന, നിങ്ങൾക്കെതിരെ ഒരു വ്യക്തമായ തെളിവ് അള്ളാഹു കൊണ്ടുവരുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് മുഅ്മിനീങ്ങൾ മുനാഫിക്കീങ്ങളെ കുറിച്ച് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു. അവർ മുഅ്മിനീങ്ങളുടെയും കാഫിരീങ്ങളുടെയും അവരുടെ ഇടയിൽ ഇങ്ങനെ ആടി ഒലിയുന്നവരാണ്. ചിലപ്പോൾ അവിടെ ആയിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അവിടെ പറയും നമ്മൾ അവരെ കൂടാണ്, ഇവിടെ പറയും ഇവിടെ കൂടാന്ന്. എവിടെയാണോ അവരുടെ ദുനിയാവിൻ്റെ താല്പര്യങ്ങൾ, നഫ്സിൻ്റെ താല്പര്യങ്ങൾക്ക് ഊന്നൽ കിട്ടുന്നത്, അതിന് എവിടെയാണോ പ്രോത്സാഹനം ലഭിക്കുന്നത്, അവിടെ അവർ കൂടുതൽ ഉണ്ടാവും. എന്നാൽ മുഅ്മിനീങ്ങളോട് അള്ളാഹു ഒരു ശക്തമായ വാണിംഗ് നൽകുകയാണ്. ഓക്കെ, മുനാഫിക്കീങ്ങൾ അങ്ങനെയാണ്, പക്ഷെ നിങ്ങൾ അതുപോലെ ആവരുത്. നിങ്ങൾ മുഅ്മിനീങ്ങളല്ലാതെ ഉറ്റ സുഹൃത്തുക്കളാക്കരുത്. നിങ്ങൾ മുനാഫിക്കീങ്ങളെയും സുഹൃത്തുക്കളാക്കരുത്. നിങ്ങൾ സുഹൃത്തുക്കളാക്കേണ്ടത് സിദ്ദീഖുള്ള നല്ല മുഅ്മിനീങ്ങളെയാണ്. അങ്ങനെ നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് പകരം മുനാഫിക്കീങ്ങളെയും കാഫിരീങ്ങളൊക്കെ ഒറ്റ സുഹൃത്തുക്കളാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെതിരുള്ള തെളിവാകും, ശക്തമായ തെളിവാകും. അതായത് നിങ്ങൾ മുനാഫിക്കീങ്ങളിൽപ്പെട്ടവനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതാണ്. നമ്മൾ ഒരു മുനാഫിക്ക് നമ്മൾ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണെങ്കിൽ അതിനർത്ഥം നമ്മളും ആ മുനാഫിക്കീങ്ങളിൽപ്പെട്ട ആളാണ്. അത് നമുക്കെതിരെയുള്ള ശക്തമായ തെളിവാണ് എന്ന് അള്ളാഹ് പറയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് സഹാബാക്കളെ കാലഘട്ടത്തിൽ മാത്രമാണ് ശരിയുള്ളൂ, നമ്മളെ കാലഘട്ടത്തിലൊന്നും ഇത് ശരിയല്ല. അങ്ങനെയല്ല, നമ്മളെ കാലഘട്ടത്തിലുണ്ട് മുഅ്മിനീങ്ങൾ, മുനാഫിക്കീങ്ങൾ, കാഫിരീങ്ങൾ. അപ്പോൾ മുനാഫിക്കീങ്ങളായ ആളുകൾ നമ്മൾ അള്ളാൻ്റെ ഖലീഫയിലേക്കൊക്കെ ചേർത്തി പറയുമ്പോൾ അള്ളാൻ്റെ ഖലീഫൻ്റെ ആളുകളാണെന്ന് പറയും, പക്ഷെ ബാഹ്യമായിട്ടേ ഉണ്ടാവുള്ളൂ, ഉള്ളിലൊന്നും ഒന്നിനും ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ ആ ആളുകളെ നിങ്ങൾ ചങ്ങാതിമാരായി സ്വീകരിക്കരുത്, ഉറ്റ സുഹൃത്തുക്കളായി സ്വീകരിക്കരുത്. നമ്മൾ പറയും നമ്മളവരെ ചങ്ങാതിമാരാക്കിയിട്ടേ ഉള്ളൂ, ഞാൻ അവരോട് സംസാരിക്കലുണ്ട്, ഞാൻ ഒരു കൂടൊന്നല്ല, ഞാൻ അവരെ കൂട്ടുകൂടലുണ്ട്, ചിരിയും കളിയും തമാശയായിട്ടും നടക്കലുണ്ട്, പക്ഷേ ഞാൻ അവരെ കൂടൊന്നല്ല, ഈമാനിൽ ഞാൻ ഇവിടെ തന്നെയാണ് എന്ന് നിങ്ങൾ പറയരുത്. കാരണം അത് നിങ്ങളുടെ ഉള്ളിലുള്ള നിഫാഖിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ലക്ഷണമെന്ന് മാത്രമല്ല, തെളിവാണെന്നുള്ള പറഞ്ഞത്. അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താനൻ മുബീന, വ്യക്തമായ ഒരു തെളിവ് നിങ്ങൾക്കെതിരായിട്ട് അള്ളാഹ് കൊണ്ടുവരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഫിരിയാ തഫ്സീറിൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും ബിമുവാലാത്തിക്കും സുൽത്താൻ മുബീന ബുർഹാനൻ ബയ്യനൻ അലാ നിഫാഖിഹിം. അതായത്
നിങ്ങളുടെ നിഫാക്കിന്, നിങ്ങളുടെ കപട വിശ്വാസത്തിന് ഏറ്റവും വലിയ തെളിവായിട്ട് നിങ്ങൾ ഇന്ന മുനാഫിക്കിനെ ഏറ്റവും ഉറ്റ സുഹൃത്താക്കി സ്വീകരിച്ചില്ലേ എന്ന് പറയാൻ അള്ളാഹു നിങ്ങളോട് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. ഇമാം റാസി തങ്ങൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അറിഞ്ഞുകൊള്ളുക, കപടവിശ്വാസികൾ രണ്ട് വിഭാഗങ്ങളിൽ ഒന്നിൽ ഉറച്ചു നിൽക്കാതെ ചിലപ്പോൾ കാഫിരീങ്ങളുടെ പക്ഷത്തേക്കും മറ്റു ചിലപ്പോൾ മുസ്ലിമീങ്ങളുടെ പക്ഷത്തേക്കും ചാഞ്ഞു നിൽക്കുന്നതിനെ അള്ളാഹു അപലപിച്ചിട്ടുണ്ട്. അള്ളാഹു കപടവിശ്വാസികൾ അങ്ങനെയാണെന്ന് കഴിഞ്ഞ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അവർ ചെയ്തതുപോലെ ചെയ്യുന്നതിൽ നിന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു മുസ്ലിമീങ്ങളെ വിലക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ പറഞ്ഞു, വിശ്വാസികളെ ഒഴിവാക്കി നിങ്ങൾ കാഫിരീങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. ഇതിനുള്ള കാരണം ഇതാണ്. മദീനയിലെ അൻസാറുകൾക്ക് ബനൂ ഖുറൈള ഗോത്രക്കാരുമായി മുലകുടി ബന്ധവും സഖ്യവും സ്നേഹബന്ധവും ഉണ്ടായിരുന്നു. അതായത് മുനാഫിക്കീങ്ങളായ കാഫിരീങ്ങളായ ഗോത്രക്കാരുമായിട്ട് അന്നത്തെ അൻസാറുകൾക്ക്, മുഹാജിറുകൾക്കല്ല, അവിടെ മദീനക്കാരായ അൻസാറുകൾക്ക് നല്ല ഭൗതികമായ ബന്ധങ്ങളും മുലകുടി ബന്ധവും അവർ പരസ്പരം ഒത്തുകൂടുന്നതും സ്നേഹബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞങ്ങൾ ആരെയാണ് ഉറ്റമിത്രങ്ങളാക്കേണ്ടത്? അപ്പോൾ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹാജിറുകളെ അല്ലേ, നിങ്ങൾ അവരെയാണോ മറ്റവരാണോ സ്വീകരിക്കേണ്ടത്? മുഹാജിറുകളല്ലേ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കേണ്ടത്? അങ്ങനെയാണ് ഈ ആയത്ത് അവതരിച്ചത്. രണ്ടാമത്തെ അഭിപ്രായം ഖഫാൽ റഹിമഹുല്ലാ പറഞ്ഞതാണ്. ഈ ആയത്ത് കപടവിശ്വാസികളെ ഉറ്റമിത്രങ്ങളാക്കുന്നതിൽ നിന്ന് സത്യവിശ്വാസികളെ വിലക്കുന്നതാണ്. കാഫിരീങ്ങൾ ഉറ്റമിത്രങ്ങളാക്കുന്നത് മാത്രമല്ല, കപടവിശ്വാസികളെ ഉറ്റമിത്രങ്ങളാക്കുന്നതിൽ നിന്ന് വിലക്കിയതാണ്. അതായത് അള്ളാഹു പറയുന്നു, കപടവിശ്വാസികളുടെ സ്വഭാവങ്ങളും അവരുടെ വഴികളും ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ടല്ലോ, അതിനാൽ അവരെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. അപ്പോൾ നമ്മൾ ഈ ആയത്തുകളിലൂടെയൊക്കെ കപടവിശ്വാസികൾ ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ആയത്തുകളൊക്കെ പഠിപ്പിക്കുന്ന അതാണ്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആരാണ് കപടവിശ്വാസമുള്ളവർ, മുനാഫിക്കാരാ നമുക്ക് മനസ്സിലാവണം എന്ന് കരുതി ആരും മുനാഫിക്കാന്ന് വിളിക്കരുത്. അത് നമ്മളായിരിക്കും ചിലപ്പോൾ മുനാഫിക്കാൻ വിളിക്കുന്നവൻ ചിലപ്പോൾ നമ്മളായിരിക്കും ഏറ്റവും വലിയ മുനാഫിക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏകദേശമൊക്കെ എങ്ങനെയാണ്. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. തുടർന്ന് അള്ളാഹു പറയുന്നു, നിങ്ങൾക്കെതിരെ അള്ളാഹു വ്യക്തമായ തെളിവുണ്ടാക്കി വെക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ആദ്യത്തെ ആയത്തിൻ്റെ ഭാഗം കാഫിരീങ്ങളെ മിത്രങ്ങളാക്കുന്നതിൽ നിന്ന് അള്ളാഹു സത്യവിശ്വാസികളെ വിലക്കിയതാണെന്ന് നാം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും: നിങ്ങൾ കപടവിശ്വാസികളാണെന്നതിന് അള്ളാഹുവിന് വ്യക്തമായ തെളിവ് നൽകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവിൻ്റെ മതത്തിലുള്ളവർക്ക്, അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ സമുദായത്തിനും നിങ്ങൾക്കെതിരെയുള്ള വ്യക്തമായ തെളിവ് നൽകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അള്ളാഹുവിന് തെളിവ് ആവശ്യമില്ലല്ലോ. അപ്പോൾ അള്ളാഹു ഈ തെളിവ് നൽകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ ആ മുനാഫിക്കങ്ങളോട് അല്ലെങ്കിൽ കാഫിരീങ്ങളോട് ഒത്തുകൂടിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബാക്കൾക്കും നിങ്ങൾക്കെതിരെ അത് തെളിവാകും. കണ്ടില്ലേ, ആ ആളെ കൂടെയാണ്, ആ ആളെന്തായാലും മുനാഫിക്കാൻ നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ ഇവർ അവരെ കൂടുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിഫാക്കുണ്ടെന്നല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബാക്കൾക്കും മനസ്സിലാവും. നമ്മളെ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്തിയ അള്ളാഹിൻ്റെ ഖലീഫക്കും അവരുടെ അനുചരന്മാർക്കും മനസ്സിലാവും ആ ആളാരാണെന്ന്. ആ ആൾ കാരണം അവരുടെ ചങ്ങാതി ആരാണ്, ഏറ്റവും വലിയ മുനാഫിക്കാണ് എന്നവർക്ക് ഉറപ്പുണ്ട്. ഇനി ആദ്യത്തെ ആയത്തിൻ്റെ ഭാഗം കപടവിശ്വാസികളെ കുറിച്ചാണെന്ന് നാം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അർത്ഥം ഇതായിരിക്കും: കപടവിശ്വാസികളെ നിങ്ങൾ മിത്രങ്ങളാക്കിയതിൻ്റെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കാൻ അള്ളാഹു നിങ്ങൾക്കെതിരെ ഒരു ന്യായം നൽകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ മറ്റുള്ള കപടവിശ്വാസികളെ ഉറ്റമിത്രങ്ങളാക്കിയാൽ അതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങൾ ശിക്ഷിക്കും. ആ ശിക്ഷിക്കാൻ അള്ളാഹ് പറയുന്ന കാരണം എന്തായിരിക്കും? ആ മുനാഫിക്ക് നിങ്ങളെ സുഹൃത്താക്കിയില്ലേ എന്ന് പറയുന്നതായിരിക്കും. ലതായിഫുൽ ഇശാറത്തിൽ നമുക്ക് ശരി തങ്ങൾ പറയാണ്, മുന്നറിയിപ്പുകൾ പൂർണ്ണമായി എത്തിക്കുന്നതിനും ശാസനകളിൽ കാഠിന്യം വരുത്തുന്നതിനും ന്യായപ്രമാണങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഒഴിവുകൾക്കുള്ള പഴുതുകൾ അടുക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹു അവർക്കുള്ള ഉപദേശം ആവർത്തിച്ചത്. ശത്രുക്കളുമായി അകന്നു നിൽക്കാനുള്ള കൽപ്പന അവൻ ഊന്നി പറഞ്ഞതും അതിനാലാണ്. ഇനി ഖൗലുഹു അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താന മുബീന എന്ന ആയത്തിൻ്റെ ഭാഗമുണ്ടല്ലോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തവഖദുഹും അലാ മവാലാതിഹിം ലിൽ കുഫർ, കാഫിരീങ്ങളോടുള്ള ചങ്ങാത്തത്തിനെ ആണ് അള്ളാഹു പേടിപ്പിക്കുന്നത്.
അള്ളാഹു ഭയപ്പെടുത്തുന്ന കാഫിരീങ്ങളെ ചങ്ങാതിയാക്കി സ്വീകരിക്കുകയാണോ, നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കുകയാണോ? അങ്ങനെ അവൻ പേടിപ്പിച്ചത് ബിമാലം മുഖാലഫാത്ത്, അത് വേറൊരു കർമ്മത്തിന് ഈ രൂപത്തിൽ അള്ളാഹു പേടിപ്പിച്ചിട്ടില്ല. അതായത് നിങ്ങൾക്ക് അള്ളാഹ്ക്ക് നിങ്ങൾക്കെതിരെ തെളിവായിട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യാണെന്നൊക്കെ ചോദിച്ചത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പേടിപ്പെടുത്തലാണ്. ആ പേടിപ്പെടുത്തൽ വേറൊരു തെറ്റിനും അതുപോലെ പേടിപ്പെടുത്തിയിട്ടില്ല. മുനാഫിക്കീങ്ങളെയും കാഫിരീങ്ങളെയും ഒക്കെ കൂട്ടുകൂടുന്നത്, ചങ്ങാതിമാരാക്കുന്നത് അത് തെറ്റാന്നുമല്ല അള്ളാഹു പറഞ്ഞത്. തെറ്റാവുന്നതിന് പകരം പറഞ്ഞ വാക്കെന്താണ്? നിങ്ങൾക്കെതിരെ തെളിവായിട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോന്ന്. അത് വലിയൊരു പേടിപ്പെടുത്തലാണ്. മറ്റ് തെറ്റിനേക്കാളും ശിക്ഷനേക്കാളും വലിയ പേടിപ്പെടുത്തലാണ് അത്. ഇങ്ങനെ ഒരു പേടിപ്പിക്കൽ, ഇങ്ങനെ ഒരു ശാസന അള്ളാഹു വേറൊരു തെറ്റിനും കൊടുത്തിട്ടില്ല. ലിമാ ഫീഹി മിനൽ ഇസാരി ഐരി അലൽ മഅബൂദ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഈ തെറ്റിന് മാത്രം ഇത്രമാത്രം വലിയ ഒരു പേടിപ്പിക്കൽ അള്ളാഹു നടത്തിയത്? ലിമാ ഫീഹി മിനൽ ഇസാരിൽ ഐരി അലൽ മഅബൂദ്. നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് അവന് പകരം നമ്മൾ വേറൊരാളെ തിരഞ്ഞെടുത്തുകൊണ്ടാണത്. അള്ളാഹുവിന് പകരം നമ്മൾ വേറൊരാളെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് അള്ളാഹ്ക്ക് എതിരെ നിൽക്കുന്ന കാഫിരീങ്ങൾ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനും വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മുനാഫിക്കീങ്ങൾ, ഇവരോടൊക്കെ കൂട്ടു നിൽക്കുന്നത്, അവരെ ഉറ്റ ചങ്ങാതിമാരായി കൊണ്ടു നടക്കുന്നത് അത് അള്ളാഹുവിന് പുറമെ വേറൊന്നിനെ തിരഞ്ഞെടുത്തതുപോലെയാണ്. ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഖലീഫക്കും. നമ്മൾ അള്ളാഹുവിൻ്റെ ഖലീഫനെ എതിർക്കുന്ന ഒരാൾ അള്ളാഹിൻ്റെ ഇതിന് ശേഷം വരുന്നുണ്ട്, വിശദീകരിച്ച് ആ കാര്യം പറയുന്നുണ്ട്. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹിൻ്റെ ഖലീഫന, അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ, അവരെ നമ്മൾ ഉറ്റ സുഹൃത്തുക്കളായി തിരഞ്ഞെടുക്കുന്നതിന് പകരം അവരോട് എതിർക്കുന്ന, അവരെ വിശ്വസിച്ചൊന്ന് കളവ് പറഞ്ഞ് നടക്കുന്ന മുനാഫിക്കീങ്ങളെ, കാഫിരീങ്ങളെ, അവരോട് ചേർത്ത് കുഫർ നടിക്കുന്നവരെ, അവരെ നമ്മൾ ഉറ്റ സുഹൃത്തുക്കളാക്കുന്നത് ഇവർക്ക് പുറമെ അവരെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ്. അലൽ മഹബൂബി, നമ്മൾ ഇഷ്ടപ്പെട്ട ആളെ പുറമെ നമ്മൾ വേറൊരാളെ തിരഞ്ഞെടുക്കുന്നത് മിൻ അഅ്ളമിൽ കബാഇരി ഫി അഹ്കാമിൽ വിദാദ്. സ്നേഹത്തിൻ്റെ ലോകത്ത്, മഹബത്തിൻ്റെ ലോകത്ത്, പ്രണയത്തിൻ്റെ ലോകത്ത് ഏറ്റവും വലിയ തെറ്റുകൾ പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തിനപ്പോൾ ഇത് ഇത്രമാത്രം വലിയ തെറ്റൊക്കെ ആയിട്ട് അള്ളാഹു പറയണമെന്ന് ചോദിച്ചാൽ, ഇതിന് പ്രണയത്തിൻ്റെ ലോകത്തിലൂടെ നമ്മൾ വായിക്കണം. പ്രണയത്തിൻ്റെ കണ്ണിലൂടെ നമ്മളിത് വായിച്ചാൽ നമുക്കിത് മനസ്സിലാവും. നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്ക് ഇഷ്ടമില്ലാത്ത ആളെ നമ്മൾ തിരഞ്ഞെടുക്കുകയോ, അവർക്ക് ഏറ്റവും അവരെ വഞ്ചിക്കാൻ നടക്കുന്ന, അവരോട് തന്ത്രം മണിയാൻ നടക്കുന്ന, അവരോട് വ്യക്തമായ ശത്രുത പുലർത്തുന്ന ആളുകളെ നമ്മൾ ചങ്ങാതിമാരായി കൊണ്ടെടുക്കുകയോ, അത് ശരിയാണോ? നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട ആളെ വഞ്ചിച്ച് നടക്കുന്ന ഒരാളെ നമ്മൾ സുഹൃത്തായി സ്വീകരിക്കാൻ പാടുണ്ടോ? ആ ആളെ എതിർത്ത് നടക്കുന്ന ആളെ നമുക്കൊരു ഉറ്റ സുഹൃത്തായി കൊണ്ടെടുക്കാൻ പറ്റുമോ? ഒരിക്കലും. ഇതെങ്ങനെ മാച്ച് ആവുന്നത് എന്നാ ചോദിക്കണം. അത് മാച്ച് ആവില്ല എന്ന് മാത്രമല്ല, ആ ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറ്റതായിരിക്കും. നമ്മൾ വേറെ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ ഇഷ്ടപ്പെട്ട ആൾ നമ്മളോടൊന്നും പറയൂല. പക്ഷെ ഈ തെറ്റ് ചെയ്താൽ ആ ഇഷ്ടപ്പെട്ട ആൾ നന്നായിട്ട് വാണിയും, ഇതിനെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ, എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യോ എന്നവർ ചോദിക്കും. അതുകൊണ്ടാണ് യസാറുൽ ഐരി അലൽ മഹബൂബി, നമ്മൾ ഇഷ്ടപ്പെട്ട ആളുടെ മുകളിൽ നമ്മൾ വേറൊരാളെ തിരഞ്ഞെടുക്കുക എന്നത് മിൻ അഅ്ളമിൽ കബാഇരി ഫി അഹ്കാമിൽ വിദാദ്, പ്രണയത്തിൻ്റെ ലോകത്ത് ഏറ്റവും വലിയ തെറ്റുകൾപ്പെട്ടതാണ്. ഫഇദാ ശഅല മിൻ ഖൽബിഹി മഹല്ലതൻ കാന ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഹൃദയത്തിലുള്ള ഒരു സ്ഥലം, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഹൃദയത്തിലൊരു സ്ഥലം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഅ്മിനീങ്ങൾക്കുള്ള, യഥാർത്ഥ വിശ്വാസികൾക്കുള്ള ആ സ്ഥലത്ത് നിങ്ങൾ വെച്ചാൽ ബിൽ അയ്യാർ, നിങ്ങൾ അവിടെ ആ സ്ഥലം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ ഇസ്തഅജബ ദാലികൽ ഉഖൂബ, അത് നിങ്ങൾക്ക് പിന്നെ ശിക്ഷയ്ക്ക് കാരണമാവും. നിങ്ങളുടെ ഹൃദയത്തിൽ മുഅ്മിനീങ്ങൾക്കൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് മുഅ്മിനീങ്ങൾ വെക്കാം. നല്ല സിദ്ദുക്കുള്ള ഇഖ്ലാസുള്ള ആളുകളെ നിങ്ങൾക്ക് കൊണ്ടുവരാം, അവിടെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. അവിടെ നിങ്ങൾ അതല്ലാത്ത ആളുകളെ കൊണ്ടുവെക്കുന്നത് നിങ്ങൾക്ക് ശിക്ഷയ്ക്ക് കാരണമാവും.
അങ്ങനെയാണെങ്കിൽ അതന്നെ അങ്ങനെ ശിക്ഷ കാരണമാവുമെങ്കിൽ ഫഖൈഫ ഇദാ ശഅല മഹല്ലിൻ മിൻ ഖൽബിഹി ഹുവ ലിൽ ഹഖ്, ഹക്കിന് നിങ്ങൾ കൊടുക്കേണ്ട സ്ഥാനം നിങ്ങൾ ബിൽ ഗൈരി മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് സ്ഥാനം കൊടുക്കാൻ ഹൃദയത്തിലൊരു സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ തന്നെ അള്ളാഹ് അങ്ങനെ ശിക്ഷിക്കുന്ന പറഞ്ഞത്. അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹക്കിന് കൊടുക്കേണ്ട സ്ഥലം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്താലോ? അള്ളാഹിന്റെ ഖലീഫ കൊടുക്കുന്ന സ്ഥലം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്താലോ എന്തായിരിക്കും അവസ്ഥ? അത് നിർണ്ണയിക്കാൻ പറ്റാത്തതാണ്. വല ഉഖൂബത്തുല്ലതി തവഖദുഹും ബിഹാ ഐ അൻ യഖിലഹും ഉഖൂബത്തുല്ലതി തവഖദു ബിഹാ, പിന്നെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പേടിപ്പെടുത്തൽ എന്താണെന്നറിയോ? നിങ്ങളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ശിക്ഷിക്കൽ എന്താ അറിയോ? അൻ യഖീലഹും വമഖ്താറൂഹു മിൻ മുവാലാത്തിൽ കുഫർ, നിങ്ങൾ ആരാണോ സ്നേഹിച്ചത് അള്ളാഹ്ക്ക് പുറമെ, അള്ളാഹിന്റെ ഖലീഫക്ക് പുറമെ, അവർ നമ്മളോട് തൃപ്തിപ്പെട്ട ആളുകൾക്ക് പുറമെ നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത്, ആരെയാണോ നിങ്ങൾ തിരഞ്ഞെടുത്തത്, ആ തിരഞ്ഞെടുത്ത ആളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുത്തിട്ട് ഇവരെ ഒഴിവായി പോലാണ്. നമ്മളൊരാളെ സ്നേഹിച്ചു, ആ സ്നേഹിച്ച ആൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ വേറെ സ്നേഹിച്ചു, അവരെ ഭയങ്കര ഉറ്റ സുഹൃത്തുക്കളാക്കി. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആള് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താ? നിങ്ങൾ പോലും ആയിക്കോളൂ, ഞാൻ പോവാന്ന് പറയലല്ലേ. അതേപോലെയാണ് അള്ളാഹിന്റെ ഖലീഫന്റെയും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയും നമ്മളെ ഹൃദയത്തിൽ വെക്കുന്നതിന് പകരം നമ്മൾ മറ്റൊരാളെ നമ്മളെ ഹൃദയത്തിൽ വെച്ചാൽ, അവരിഷ്ടപ്പെടാത്ത ആളുകളെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടന്നാൽ എന്താ സംഭവിക്കുക? ഓക്കെ, അവർ പറയും നിങ്ങളും ആൾക്കാരായിക്കോളൂ, നമ്മൾ പോവാന്ന് പറയും. പിന്നെ അള്ളാഹു അവരുടെ ഹൃദയത്തിലുണ്ടാവില്ല, അള്ളാഹിന്റെ ഖലീഫ അവരുടെ ഹൃദയത്തിലുണ്ടാവില്ല, മുഅ്മിനീങ്ങൾ അവരുടെ ഹൃദയത്തിലുണ്ടാവില്ല. അവരും ആ മോശപ്പെട്ട ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ദുനിയാവിലും ആഖിറത്തിലും. ബദൽ, അത് എന്തുമാത്രം മോശപ്പെട്ട ഒരു ശിക്ഷയാണ്. മറ്റേത് ശിക്ഷയെ നമുക്ക് താങ്ങാൻ പറ്റും? ഇതിനേക്കാൾ മോശപ്പെട്ട ശിക്ഷ എന്താണ്? ഒരു പ്രണയത്തെ, ഒരാളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ആ ആള് ഇയാളെ അടിച്ചാൽ കുഴപ്പമില്ല, ചിലപ്പോൾ കത്തി മുറിച്ചാൽ കുഴപ്പമുണ്ടാവില്ല, ചീത്ത പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഞാൻ എന്നേക്കുമായി നിന്നെ ഒഴിവാക്കി പോവാണ് എന്ന് പറയുന്നത് അവർക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നതായിരിക്കും. കദാലിക മൻ യബ്ഖി അനിൽ ഹഖ് തറഖഹു മഅൽ ഖൽഖ്, അതുപോലെ തന്നെ കദാലിക മൻ യബ്ഖി അനിൽ ഹഖ്, ഹക്കിൽ നിന്ന് ആരെങ്കിലും മറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ തറഖഹു മഅൽ ഖൽഖ്, ഹക്ക് എന്ത് ചെയ്യും? ഹക്കിന് വേണ്ടാന്നുള്ള രൂപത്തിലാണ് നമ്മൾ നടക്കണമെങ്കിൽ അള്ളാഹു നമ്മളെ ഹൽക്കിലിട്ട് എടുക്കും. നയ്യ ഓരോ കൂടെ ജീവിച്ചോ, എന്നിലേക്ക് ഈ തിരിഞ്ഞു നോക്കണ്ട എന്ന് പറയും. മാത്രമല്ല വയതളാഅഫു അലൈഹിൽ ബലാ, അള്ളാഹു ആ ബലാവിനെ വർദ്ധിപ്പിക്കും. ബിൽ ബഖാഇ അനിൽ ഹഖ് വ ബഖാഇ മഅൽ ഖൽഖ്, അള്ളാഹുവിൽ നിന്ന് നമ്മൾ വേർപിരിയുന്നതിലൂടെയും അതുപോലെ തന്നെ സൃഷ്ടിയിൽ ബഖാഇ അനിൽ ഹഖ്, അള്ളാഹുവിൽ നിന്ന് നമ്മൾ വേർപിരിയുന്നതിലൂടെയും സൃഷ്ടിയിൽ നമ്മൾ മുഴുകുന്നതിലൂടെയും. അപ്പോൾ അള്ളാഹു ഡബിൾ ശിക്ഷ നൽകുക. അള്ളാഹുവിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്നത് മാത്രമല്ല, സൃഷ്ടിയിലേക്ക് നമ്മൾ തളച്ചിടുകയും ചെയ്യും. ഒരടിമ അള്ളാഹുവിനെയും അള്ളാഹിന്റെ ഖലീഫിനെയൊക്കെ ഒഴിവാക്കിയാൽ അവന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ എന്താ? അള്ളാഹു അവർ ഒഴിവാക്കും എന്നുള്ളതാണ്. പക്ഷെ ആ ശിക്ഷനെ അള്ളാഹ് ഇരട്ടിപ്പിക്കുക. എങ്ങനെ ഇരട്ടിപ്പിക്കുക? അള്ളാഹ് ഒഴിവാക്കുക മാത്രമല്ല, അള്ളാഹ് ആരെയാണോ അവൻ തിരഞ്ഞെടുത്ത് ആ തിരഞ്ഞെടുത്ത ആളുകളിൽ അവനെ വിട്ടേക്കും. ഈ പൊയ്ക്കോ, അതിൽ മരിക്കി എന്ന് വിചാരിക്കും. മൂത്തു നീ അവിടെ പോയി മരിച്ചോ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും. ഓക്കെ, ഇലാഹുമാ ശദീദു മിനൽ ഉഖൂബ, ഇത് ഭയങ്കര വലിയ ശിക്ഷയാണ്. ആ ശിക്ഷൻ്റെ ആയം അറിയണമെന്നുണ്ടെങ്കിൽ, ആ ശിക്ഷൻ്റെ ആയം നമുക്ക് അറിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മൾ ആ ശിക്ഷയിലാണെന്നാണ്. കാരണം ശിക്ഷൻ്റെ ആയം അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളൂ. ശിക്ഷൻ്റെ ആയം നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മൾ ആ ശിക്ഷയിലാണെന്ന് അർത്ഥം. കാരണം ശിക്ഷൻ്റെ ആയം അറിയാതിരിക്കലാണ് ഏറ്റവും വലിയ ശിക്ഷ. നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു പൈത നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷൻ്റെ ആയം നമുക്ക് മനസ്സിലാവും. നമുക്ക് അതാണോ
ഇതൊക്കെ ഒരു വലിയ ശിക്ഷയാണ്. നമ്മളിപ്പോൾ നരകത്തിൽ ഇത് കത്തിക്കാൻ വലിയ കുഴപ്പമില്ല, തൊലിയൊക്കെ ഉരിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അതൊക്കെ വലിയ ശിക്ഷ. ഇതൊരു ശിക്ഷയാണോ എന്നൊക്കെ നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശിക്ഷ അനുഭവിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു കാക്കട്ടെ. ബഹ്റുൽ മദീദിൽ അല്ലാമ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയണം, ഖദ് തഖദ്ദമ ഫീ കസീരിൻ മിനൽ ഇഷാറാത്ത്. നമ്മൾ ഒരുപാട് ഇഷാറത്തുകൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്നുഹി അനിൽ മവാലാത്തി അഹ്ലിൽ ഇൻകാരി അലൽ ഔലിയ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹിൻ്റെ ഖലീഫന്മാരൊക്കെ അവരൊക്കെ എതിർക്കുന്നത് കൊണ്ട് അവരിൽ നിന്ന് നമ്മൾ അവരെ ചങ്ങാത്തം നമ്മൾ ഒഴിവാക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന ആളുകളെ നമ്മൾ കൂട്ടുകൂടുന്നത് കൊണ്ടൊക്കെ എന്താ സംഭവിക്കാമെന്ന് മുമ്പ് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ, നമ്മൾ ശൈഖിനെ ഒക്കെ എതിർക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഭയങ്കര ചങ്ങാതിമാർ, ഭയങ്കര കൂട്ടുകൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുക. അറിയാതെ എതിർക്കുന്നവരല്ല. അങ്ങനെ ഉണ്ടാവും. ചിലർക്ക് വിവരമില്ലായ്മ കൊണ്ട് പെട്ടുപോയണം, അങ്ങനെ ഉണ്ടാവും. ശരിക്കും എല്ലാം അറിയാം, എല്ലാം അറിഞ്ഞിട്ട് എതിർക്കുന്ന ആൾക്കാർ, വിമർശിക്കുന്നവർ, അവരൊക്കെ നമ്മളിങ്ങനെ കൂടെ ഭയങ്കര ചങ്കുകളായിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുക. അങ്ങനെ കൊണ്ടെടുക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ പ്രശ്നമാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഇഷാറത്തുകൾ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വഅൻ മുഖാലത്തത്തി അഹ്ലി ദുനിയ വ സുഹബത്തിഹിം. അതുപോലെ തന്നെ ദുനിയാവിൻ്റെ ആളുകളെ ആയിട്ട് കൂട്ടുകൂടുന്നതും അവരായിട്ട് ഇങ്ങനെ സുഹബത്തിലായി നടക്കുന്നതും. അങ്ങനെ ഉണ്ടല്ലോ, വെറും പൈസയും പ്രതാപവും സ്ഥാനവും മാനവും ഒക്കെ അതിനു വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാരെ ഇങ്ങനെ കൂട്ടുകൂടുക, അവരെ പിന്നാലെ ഇങ്ങനെ നടക്കുക. അതിനെപ്പറ്റിയും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഫഇന്ന ദാലിക ഹുജ്ജത്തുൻ വാദിഹത്തുൻ, അത് ഏറ്റവും വലിയ തെളിവാണ്. അലാ റുജൂഇലൈഹിം വമുസാനഅതിഹിം, നിങ്ങൾ അവരിലേക്ക് മടങ്ങിയവരാണ്, അവരെ പ്രീതിപ്പെടുത്താൻ നടക്കുന്നവരാണെന്നുള്ളതിൻ്റെ തെളിവായിട്ട്. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ വിമർശിക്കുന്നവരെ, അവരോട് എതിർപ്പ് കാണിക്കുന്നവരെ കൂടെ കൂടുന്നത്, അവരോട് ഇങ്ങനെ ഉറ്റ ചങ്ങാതിമാരെ കൊണ്ട്, നമ്മളിപ്പോൾ ബസ് കയറുമ്പോൾ അവരെ കണ്ടുമുട്ടി അതൊന്നല്ല, ഏതെങ്കിലും മരണ വീട്ടിൽ കണ്ടുമുട്ടി അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ കണ്ടുമുട്ടി അതൊന്നല്ല, നമ്മൾ ഉറ്റ സുഹൃത്തുക്കളായി തേന് പാല് ചക്കര എന്ന് പറഞ്ഞ് നടക്കുന്ന ഇതുണ്ടല്ലോ, അതായിട്ട് നമ്മളവരെ കൊണ്ട് നടക്കുന്നത്, നമ്മൾ അവരിൽപ്പെട്ടവരാണ്, അവരെ പ്രീതിപ്പെടുത്താൻ നടക്കുന്നവരാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ ഐനു നിഫാഖ്, അത് നിഫാഖ് തന്നെയാണ്. നമുക്ക് ഉള്ളിൽ നിഫാഖുള്ളതിൻ്റെ തെളിവാണിത്. ഇന്ദൽ മുഖ്ലിസീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹു തആല ആലം, അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ഇനി 145, 146, 147 ആയത്തുകളാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായും മുനാഫിക്കീങ്ങൾ ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. വലം തജിദ ലഹു നസീറ, അവർക്കൊരു സഹായിനെയും കണ്ടെത്താൻ സാധിക്കില്ല, നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അവർക്കൊരു സഹായം ഉണ്ടല്ലോ, നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും അവരുണ്ടാവാം. ഒരു കണ്ടീഷൻ വരിക, ഇല്ലല്ലദീന താബൂ, അവർ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, വാസ്ലഹു, തൗബ ചെയ്യണം, വാസ്ലഹു, എന്നിട്ട് അവരുടെ കർമ്മങ്ങൾ നന്നാക്കണം, വഅതസ്മു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ എന്നിട്ട് അവർ മുറുകെ പിടിക്കണം, അള്ളാഹിനെ മുറുകെ പിടിക്കണം, വഖലസു ദീനഹും ലില്ലാഹ്, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ഖിലാസ് ഉള്ളവരാവണം, ഉലൈക മഅൽ മുഅ്മിനീൻ, അങ്ങനെയാണെങ്കിൽ അവർ മുഅ്മിനീങ്ങളുടെ കൂടെ ആയിരിക്കും. വസൗഫ യുഅതില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വലിയ അജ്ർ നൽകുന്നതാണ്. മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശക്കർത്തും വആമൻതും വകാനല്ലാഹു ശാക്കിറൻ അലീമ. എന്താണ് നിങ്ങൾ ശിക്ഷിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് നേടാനുള്ളത്? മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും, അള്ളാഹ്ക്ക് എന്താ കിട്ടാനുള്ളത്? ബിഅദാബിക്കും, നിങ്ങൾ ശിക്ഷിച്ചുകൊണ്ട്. നിങ്ങൾ വിചാരിക്കണം അള്ളാഹ് നമ്മളെ ശിക്ഷിക്കാൻ നടക്കണം. അള്ളാഹ്ക്ക് നിങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, അള്ളാഹ്ക്ക് ശിക്ഷിക്കാൻ താല്പര്യമില്ല. മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും, എന്താ ഇപ്പോൾ അള്ളാഹ്ക്ക് ഇങ്ങനെ ശിക്ഷിച്ചിട്ട് കിട്ടാനുള്ളത്? അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വാപ്പയമ്മയും മക്കളൊക്കെ തല്ലുമ്പോൾ മക്കൾ വാപ്പനോട് ചോദിക്കൂല, എന്താ നിങ്ങൾ തല്ലണത് ചോദിക്കുമ്പോൾ, എന്താ എനിക്ക് എന്നെ തച്ചിട്ടിപ്പോൾ എന്താ കാര്യം, ഈ പറഞ്ഞനുസരിക്കായിട്ടല്ലേ എന്ന് നമ്മൾ പറയുമല്ലേ. അതിനേക്കാൾ ഉന്നതമായൊരു വാക്ക് മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും, എന്താ ഇപ്പോൾ അള്ളാഹ്ക്ക് നിങ്ങളെ ശിക്ഷിച്ചിട്ട്? അള്ളാഹ്ക്ക് നിങ്ങൾ ശിക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻ ശക്കർത്തും വആമൻതും, നിങ്ങൾ നന്ദി ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വകാനല്ലാഹു ശാക്കിറൻ അലീമ, കാരണം അല്ലാഹു തആല
നന്ദി കാണിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അപ്പം നമ്മൾ മുനാഫിക്കീങ്ങളെ കൂടരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ഇന്ന മുനാഫിക്കുകൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അവർ കൂടിയുള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെ ഇല്ലദീന താബോ, അവർക്ക് വെച്ച കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഭീകരമായ കണ്ടീഷനാണ്. ഇത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഇത് മുമ്പ് ഒരു മുഅ്മിനോടും ഇത്ര കണ്ടീഷൻ വെച്ചിട്ടില്ല. മുഅ്മിനീങ്ങൾക്ക് ചിലപ്പോൾ അള്ളാഹു അവരുടെ വൻതെറ്റുകൾ ചിലപ്പോൾ കൊടുക്കും അള്ളാഹ് ഉദ്ദേശിച്ചാൽ. തൗബ വരെ ചെയ്യാൻ നിർബന്ധമില്ല എന്ന ഖുർആൻ അള്ളാഹ് പറഞ്ഞത്. തൗബ ചെയ്താലും ഇല്ലെങ്കിലും ചിലപ്പോൾ അള്ളാഹു വൻതെറ്റുകൾ വരെ പുറത്തു കൊടുത്തേക്കാം, ശിർക്കല്ലാത്തൊക്കെ. എന്നാൽ മുനാഫിക്കങ്ങളെ പുറത്തു കൊടുക്കുന്നതിനെ പറ്റി എന്തൊക്കെ കണ്ടീഷനാണ് പറഞ്ഞത്? നമ്മൾ നോക്കും, ഈ കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പോലെ ഏറ്റവും വലിയ ആരിഫാന്ന് തോന്നിപ്പോ. തൗബ ചെയ്യണം, വാസുലഹു നന്മ ചെയ്യണം, വാത്തസുമോബില്ല അള്ളാഹിനെ മുറുകെ പിടിക്കണം. നമ്മൾ തൗബ ചെയ്ത് നന്മ ചെയ്താൽ തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ? തൗബ ചെയ്ത് നന്മയിൽ മുഴുകാൻ തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ? അതിൻ്റെ പുറമെ വാത്തസുമോബില്ല അള്ളാഹിനെ മുറുകെ പിടിക്കണം. അള്ളാഹിനെ മുറുകെ പിടിക്കണം എന്നാണ് അള്ളാഹിൻ്റെ ഖലീഫനെ മുറുകെ പിടിക്കണം. വിട്ടുപോയത് നിങ്ങൾക്ക് പല്ലും നഖ ഉപയോഗിച്ച് മുറുകെ പിടിക്കണം. വഹല സൂദീനഹുമില്ല, അങ്ങനെ മുറുകെ പിടിച്ചാൽ മാത്രം പോലെ വഹല സൂദീനഹുമില്ല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ ദീനിനെ മുറുകെ പിടിക്കാൻ പാടുള്ളൂ. പിന്നെ സ്വർഗം നരകം മതി ഇതൊന്നും പാടില്ല. അത്രയും സ്ട്രിക്റ്റ്. ഈ 4 കണ്ടീഷനൊക്കെ പാലിക്കുന്ന ഒരാൾ, ഒരു മുനാഫിക്ക് അതൊക്കെ പാലിച്ച് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഏത് അവസ്ഥയിലായിരിക്കും? അപ്പോൾ അങ്ങനെ ഇത് ശരിക്കൊരു എന്താ പറയുക, മുനാഫിക്കിൻ്റെ മോശത്തരം ഒന്നും കൂടി നമുക്ക് ഒഴിവാക്കി തരാണ്. കാരണം ഇങ്ങനത്തെ മുനാഫിക്കങ്ങൾ കൂടരുത് കേട്ടോ. ഓരങ്ങാൻ നന്നാവണമെന്ന് നമ്മൾ വിചാരിക്കും. മുനാഫിക്കങ്ങൾ നന്നായാലോ, അങ്ങനെ ചോദിക്കുന്നില്ല. മുനാഫിക്കങ്ങൾ നന്നായാലോ, സംഭവമൊക്കെ ശരി, നന്നാവാൻ ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നന്നാവാൻ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അടിസ്ഥാനം നോക്കി ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു മുനാഫിക്ക് നന്നാവാൻ ആദ്യം നന്നാവണ്ടേ? ചാൻസ് വളരെ കുറവാണ്. നീ നന്നായാൽ തന്നെ ഉലായിക്ക മാൽ മോമിനീൻ, അവർ മോമിനീങ്ങളെ കൂടെ കാണാൻ പറ്റും. അപ്പോൾ മോമിനീങ്ങളെ തിരഞ്ഞെടുക്കാനല്ല പിന്നെയും നല്ലത് മുനാഫിക്കങ്ങളെ തിരഞ്ഞെടുക്കുന്നേക്കാളും. അവർ മോമിനീങ്ങളെ കൂടെ കാണാൻ പറ്റുള്ളൂ. കാരണം മാൽ മോമിനീൻ അവരിങ്ങൾ വിചാരിക്കണം ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാണ്. മുനാഫിക്കങ്ങളെ സ്വഭാവമായിരിക്കും അവരിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുക, ജമാഅത്തിലുണ്ടാവില്ല, മുഅ്മിനീങ്ങളെ ജമാഅത്തിലുണ്ടാവില്ല. അപ്പം വഖലസു ദീനഹും എന്നൊക്കെ പറഞ്ഞ് അള്ളാഹ്ക്ക് വേണ്ടി ദീനഹും ഇല്ല, അള്ളാഹ്ക്ക് വേണ്ടി ദീന മുറുകെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറഞ്ഞ കണ്ടീഷൻ എന്താ? ഫൗലായിക മാൽ മുഅ്മിനൂൻ, അവർ മുഅ്മിനീങ്ങളെ കൂടെ ആയിരിക്കും. ഇത്തഖുല്ലാഹ കൂനു മഅ സ്വാദിഖീൻ എന്നൊക്കെ പറഞ്ഞ പോലെ സ്വാദിഖീങ്ങളെ കൂടെ ആവണം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ കൂടെ ആവണം. ആ കണ്ടീഷനാണ്. ഒരു മുനാഫിക്ക് തിരിച്ച് മടങ്ങി വരണം എന്നുണ്ടെങ്കിൽ അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ കണ്ടീഷൻ മുഅ്മിനീങ്ങളെ കൂടെ ആവണമെന്ന്, ജമാഅത്തിൻ്റെ കൂടെ ആവണം, ഒറ്റക്കാവാൻ പാടില്ല. വസൗഫ യുതില്ലാഹു മുഅ്മിനാജ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു തിരിച്ചു വന്നു ഉഷാറായി എങ്കിലും ഈ മുഅ്മിനീങ്ങൾക്ക് നമ്മൾ യഥാർത്ഥ മുഅ്മിനിൻ്റെ അടുത്തൊന്നും അവരെത്തൂല. കാരണം വസൗഫ യുതില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമ, ശരിക്കുള്ള മുഅ്മിനീങ്ങൾക്ക് എത്രയോ വലിയ ശിക്ഷ എത്രയോ വലിയ പ്രതിഫലം അല്ലാഹു കൊടുക്കും ഇവരെക്കാളും. അത് മുഅ്മിനീങ്ങൾ കൂടെയാവുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒട്ടി നിൽക്കുക, ശരീരം കൊണ്ട് ഒട്ടിക്കുക എന്നല്ല. കൂടെയാവുക എന്ന് പറഞ്ഞാൽ അവരുടെ ഈമാനിൽ കൂടെയാവുക, ഹൃദയം കൊണ്ട് കൂടെയാവുക, അവരെ അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ കൂടെയാവുക, അതിനെ സഹായിക്കുന്നവരാവുക എന്ന ഉദ്ദേശത്തിലാണ്. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നത്. ഇന്നൽ മുനാഫിഖീന ഫി ദർഖി, മുനാഫിഖീങ്ങളാണ് ബിദർഖി അൽ മഖാനിൽ അസ്ഫലി മിനന്നാർ, നരകത്തിലെ ഏറ്റവും താഴത്തെ തട്ടിൽ. വഹുവ കഅറുഹ, അതിൻ്റെ ഏറ്റവും താഴത്തെ സ്ഥലമാണത്. ലഹാ സബഅതു അബ്വാബിൻ, നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്അൻ മഖ്സൂമൻ, ഓരോ കവാടത്തിനും അതിൻ്റെതായ ആളുകളുണ്ട്. അന്നാറു സബഉ തബഖാത്തിൻ, നരകം 7 ലെയറുകളായിട്ടാണുള്ളത്, 7 തലങ്ങളിലായിട്ടാണ് ഉണ്ടാവുക. ജഹന്നം, ലളാ, സഈർ, സഖറു, അൽ ജഹീം, അൽ ഹുതുമത്ത്, അൽ ഹാവിയ, ഇത്രയും 7 തട്ടുകളായിട്ടാണ് നരകം ഉണ്ടാവുക. ജഹന്നം അൽ ഉസാത്തിൽ മുഅ്മിനീൻ, അതിലെ ആദ്യത്തെ തട്ടുണ്ടല്ലോ, ഏറ്റവും മുകളിലുള്ള തട്ട്, ഉസാത്തിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ തെറ്റ് ചെയ്ത ആളുകളെയാണ് അവർക്കുള്ളതാണത്. ലല്ലാ അലി യഹൂദി വന്നസാറ, ലല്ലാ
പിന്നെ അത് ജൂതന്മാർക്കും അതുപോലെ ക്രിസ്ത്യാനികൾക്കുമാണ്. സക്കറുലിൽ മുഷ്രിക്കീൻ, സക്കർ മുഷ്രിക്കീങ്ങൾക്കുള്ള. അൽ ജഹീം ലിൽ മജൂസ്, ജഹീം തീയാരാധികർക്കുള്ള. അൽ ഹുത്തുമത്തു ലി അബ്ദത്തിൽ ഔസാൻ, ബിംബങ്ങൾ ആരാധിക്കുന്നവർക്കാണ് ഹുത്തുമത്ത്. വൽ ഹാവിയത്തുല്ലത്തി തകൂനു തഹ്ത ദർക്ക് കുല്ലിഹി, തഹ്ത ദർക്ക് കുല്ലിഹി, ആവിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ളതാണ്. അതോ ഹിയലിൽ മുനാഫിക്കീൻ, അത് മുനാഫിക്കീങ്ങൾക്കുള്ള. ഫിദർക്കൽ അസ്ഫലി മിനന്നാർ, അവർ നരകത്തെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. വലൻ തജിദ ലഹു നസീറ, അവർക്ക് ഒരിക്കലും ഒരു സഹായിനെ കണ്ടെത്താൻ പറ്റൂല. മാനിയം മിനൽ അദാബ്, അവരെ ആ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതായിട്ട്. ഇല്ലല്ലദീന താബൂ, അവർ തൗബ ചെയ്താലല്ലാതെ. എന്തിൽ നിന്ന്? മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്ന്. വാസുലഹു, നന്മ ചെയ്താലല്ലാതെ. അമലുഹും, അവർ നന്മകൾ മുയ്യാലല്ലാതെ. വാത്തസുമു, അവർ മുറുകെ പിടിക്കുക. വസിക്കോബില്ല, അള്ളാഹുനെ മുറുകെ പിടിക്കുക. വാഹലസൂ ദീനഹും ലില്ല, അള്ളാഹുവിന് വേണ്ടി ദീനിൽ ഇഖ്ലാസ് ഉണ്ടാവുന്നവരാവുക. മിനൻ റിയാവിനെ തൊട്ട്. ഫൗലായിക മഅൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളെ കൂടെ ആയിരിക്കും. ഫീമാ തുഊനഹു, ആ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ അവർക്കും കിട്ടും. ഫസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമാ, തീർച്ചയായും അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വലിയ അജർ കൊടുക്കും. ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ. വഹുവൽ ജന്ന, അത് സ്വർഗ്ഗാണ്. മാ യഫ്അലുല്ലാഹു ബി അദാബിക്കും, അള്ളാഹ്ക്ക് എന്താ നിങ്ങളെ ശിക്ഷിച്ചിട്ട്. ലാ അദിബുക്കുമുള്ള, അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. ഇൻ ശക്കർത്തും നിഅമഹു, നിങ്ങൾ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്താൽ. വആമൻതു ബിഹി, അവന് വിശ്വസിച്ചാൽ. വഖാന അല്ലാഹു ഷാക്കിറൻ, അള്ളാഹു തആല നന്ദിയുള്ളവനാണ്, നന്ദി കാണിക്കുന്നവനാണ്. ലി അമാൽ മുഅ്മിനീന ബിൽ ഇസാബ, മുഅ്മിനീങ്ങളുടെ അമലുകൾക്ക് സവാബ് നൽകിക്കൊണ്ട്, പ്രതിഫലം നൽകിക്കൊണ്ട്. അലീമൻ, അതുപോലെ തന്നെ അവൻ എല്ലാം അറിയുന്നവനാണ്. ബിഹൽഖിഹി ലാ യഫൂതുഹു ഷൈഅൻ, അവൻ്റെ അറിവിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല, എല്ലാം അവനും അറിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ഇവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞത് പിന്നെ ഈ ദർസ് അവസാനിപ്പിച്ചു. ബ്രന്യാസങ്ങൾ ദർസിൽ നിന്നാണല്ലോ ഇത് വന്നത്. അതുപോലെ ഈ ജുസു അവസാനിച്ചു ഈ ആയത്തിൻ്റെ തഫ്സീറോട് കൂടി. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. തീർച്ചയായും കപടവിശ്വാസികൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അവർക്കൊരു സഹായിയെയും താങ്കൾ കണ്ടെത്തുകയില്ല. കാഫിരീങ്ങളെക്കാൾ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടത് കപടവിശ്വാസി ആയതിനാലാണ്. കാരണം അവർ അവിശ്വാസത്തിൽ കാഫിറിനെ പോലെ തന്നെയാണ്. അതിനു പുറമെ മറ്റൊരു തരം അവിശ്വാസം കൂടി അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇസ്ലാമിനെയും അതിൻ്റെ ആളുകളെയും പരിഹസിക്കലാണത്. അവർ അവിശ്വസിച്ചത് മാത്രമല്ല, മറ്റൊരു പരിഹസിച്ച് നടക്കുകയും ചെയ്തു. അവിശ്വസിച്ച വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പരിഹസിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഏതോ അള്ളാഹിൻ്റെ ഖലീഫ, ഓരോ കാലഘട്ടവും അള്ളാഹിൻ്റെ ഖലീഫമാരുണ്ടാവും. അവർ ജമാഅത്തിൽ ഇങ്ങനെ ഉണ്ടാവും. അവരൊഴിവാക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. അവരൊഴിവാക്കുകയും ചെയ്യുക, അവരെ കളിയാക്കുകയും ചെയ്യുക, പരിഹസിക്കുകയും ചെയ്യുക. അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ. കൂടാതെ അവർ ഇസ്ലാം പുറമെ കാണിക്കുന്നതിനാൽ മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നു. ആരും ബാഹ്യമായി മുസ്ലിമാന്ന് പറയും, ബാഹ്യമായി തുരീക്കത്തിലാന്നൊക്കെ പറയും. അപ്പോൾ എന്താ സംഭവിക്കാം? അവർക്ക് മുസ്ലിങ്ങളുടെ കയറാം, എന്നിട്ട് അവരുടെ രഹസ്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. എന്നിട്ട് അവർ അവിശ്വാസികളെ ആ വിവരങ്ങൾ അറിയിക്കുകയും അങ്ങനെ ആ കപടവിശ്വാസികൾ കാരണം മുസ്ലിമീങ്ങൾ ദുരിതം ഇരട്ടിയാവുകയും ചെയ്യും. ഇവരെന്താ ചെയ്യുക? മുസ്ലിമീങ്ങളെ ജമാഅത്തിലൊക്കെ വന്നിട്ട് മുസ്ലിമാന്ന് പറയും, ത്വരീഖത്തിലൊക്കെ വന്ന് ത്വരീഖത്തിലാന്നൊക്കെ പറയും. എന്നിട്ട് അവർ കൂടി അവിടുത്തെ രഹസ്യങ്ങളൊക്കെ പോയിട്ട് അപ്പുറത്ത് പോയി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കും, ഈ മോമിനിങ്ങൾക്ക് ഭയങ്കര പ്രയാസമാക്കും. ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട്. അങ്ങനെ ആ കപടവിശ്വാസികൾ കാരണം മുസ്ലിമുകളുടെ ദുരിതം ഇരട്ടിക്കുകയും ചെയ്യുന്നു. ഈ കാരണങ്ങളാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവിശ്വാസികളുടെ ശിക്ഷയേക്കാൾ കൂടുതലാക്കി. പിന്നീട് അള്ളാഹു പറഞ്ഞു, അവർക്കൊരു സഹായിയെയും താങ്കൾ കണ്ടെത്തുകയില്ല. ഇത് അവർക്കുള്ളൊരു താക്കീതാണ്. നിസ്കാരം നിർവഹിക്കുന്നവരിൽ പെട്ട തെറ്റുകാരുടെ കാര്യത്തിൽ ശുപാർശ സ്ഥിരീകരിക്കപ്പെടുന്നതിനായി നമ്മുടെ പണ്ഡിതന്മാർ ഇതിനെ തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം മുനാഫിക്കീങ്ങൾക്ക് ഒരു സഹായിനെയും കിട്ടൂല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുനാഫിക്കല്ലാത്തവർക്ക് സഹായിനെ കിട്ടുന്നതാണല്ലോ. മുനാഫിക്കല്ലാത്തവർക്ക് സഹായിനെ കിട്ടുന്ന പറഞ്ഞാൽ അവർക്ക് ശുപാർശ ചെയ്യപ്പെടും, അവരെ ശുപാർശയ്ക്ക് വിധേയമാക്കപ്പെടും. ആരെങ്കിലും അവർക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ അവരെ സ്വീകരിക്കപ്പെടുന്നതാണ്. മുനാഫിക്കിന് ചിലപ്പോൾ ശുപാർശ വരെ എത്തൂല. മുനാഫിക്കിൽ എന്തുകൊണ്ടാണ്? അവന് കുഫറിൻ്റെ മേൽ കുഫർ ചെയ്തവനാണ്. ആ കാരണം കൊണ്ട്
അവർ പറയുന്നു, പണ്ഡിതന്മാർ പറയാം, തീർച്ചയായും അള്ളാഹു ഈ താക്കീത് കപടവിശ്വാസികൾക്ക് മാത്രമായി പ്രത്യേകമാക്കിയിരിക്കുന്നു. ഇത് കപടവിശ്വാസികളല്ലാത്തവരുടെ കാര്യത്തിലും സംഭവിക്കുന്നതായിരുന്നുവെങ്കിൽ കാപട്യം എന്ന നിലക്ക് കാപട്യത്തിൽ നിന്നുള്ള ഒരു വിലക്കലായി അത് മാറുമായിരുന്നില്ല. അപ്പോൾ കപടവിശ്വാസികൾക്ക് സഹായി കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമാണല്ലോ കണ്ടെത്താൻ പറ്റാത്തത്, ബാക്കിയുള്ളവർക്ക് പറ്റുന്നതല്ല ഈ വരുന്നത്. ഇത് വ്യാജാർത്ഥം കൊണ്ട് തെളിവ് പിടിക്കാനല്ല, മറിച്ച് ഇതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനം എന്തെന്നാൽ കാപട്യത്തിൽ നിന്ന് വിലക്കുന്ന സന്ദർഭങ്ങളിലാണ് അള്ളാഹു ഇത് പരാമർശിച്ചത് എന്നാണ്. അതിനാൽ കാപട്യമില്ലാത്ത അവസ്ഥയിലും ശിക്ഷ സംഭവിക്കുമായിരുന്നുവെങ്കിൽ കാപട്യം എന്ന നിലക്ക് അതിൽ നിന്നുള്ള ഒരു താക്കീതായി ഇത് അവശേഷിക്കുമായിരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇത് നേരിട്ട് ശുപാർശ ഷഫാഅത്ത് ഉണ്ടാവും എന്നുള്ള ഒരു ആയത്തല്ലത്. പകരം ഇതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇതിൽ നിന്ന് ശുപാർശ ഉണ്ടാവും. കാരണം മുനാഫിക്കീങ്ങൾക്ക് ആരും ശുപാർശ ചെയ്യാനുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവും എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. എന്നാൽ പാശ്ചാത്തപിക്കുകയും തങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തീർക്കുകയും അള്ളാഹുവെ മുറുകെ പിടിക്കുകയും തങ്ങളുടെ ദീനിനെ അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമാക്കുകയും ചെയ്തവർ ഒഴികെ അങ്ങനെയുള്ളവർ വിശ്വാസികൾക്കൊപ്പമായിരിക്കും. വിശ്വാസികൾ അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. ഈ ആയത്തിൽ കപടവിശ്വാസികൾക്കെതിരെ അതികഠിനമായ താക്കീതുകളാണ് ഉണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കുക. ഇതൊരു ഭയങ്കര ഒരു പ്രോമിസാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊരു താക്കീതും കൂടിയാണ്. അതെന്തുകൊണ്ടെന്നാൽ അവരിൽ നിന്ന് ശിക്ഷ ഒഴിവാക്കി കിട്ടുന്നതിന് അള്ളാഹു 4 കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. നോർമൽ ആളുകൾക്കൊന്നും ഇത്ര വേണ്ട. അള്ളാഹു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹി ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ അള്ളാഹ് പറഞ്ഞ എല്ലാ തെറ്റും അള്ളാഹ് പുറത്തു. നിങ്ങൾ അള്ളാഹിനെ തെറ്റും നിങ്ങൾ നിരാശപ്പെടില്ല അള്ളാഹിൻ്റെ അടുക്കലും. എന്നാൽ മുനാഫിക്കിൻ്റെ വിഷയത്തിൽ അങ്ങനെയൊന്നുമല്ല. ഒരു നന്നാവണമെങ്കിൽ പാശ്ചാത്താപം പോരാ, ഇത് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടീഷൻ വെച്ചു. എന്താണത്? ഒന്നാമത്തെ പാശ്ചാത്താപം, തൗബ ഉണ്ടാവണം. രണ്ടാമത്തത് കർമ്മങ്ങൾ നന്നാക്കി തീർക്കൽ. തിന്മകളിൽ നിന്ന് പാശ്ചാത്താപം വേണ്ടത് എന്നാണ് പാശ്ചാത്താപം വേണ്ടത്. എന്നാൽ കർമ്മങ്ങൾ നന്നാക്കുക എന്നത് നന്മകളിലേക്ക് മുന്നിട്ടിറങ്ങുക എന്നിങ്ങനെയാണ് അർത്ഥമാക്കുന്നത്. അപ്പം തിന്മ ചെയ്യാതിരിക്കുക, അത് അതിൽ നിന്ന് തൗബ ചെയ്യുക മാത്രമല്ല നന്മയിൽ മുഴുകുകയും ചെയ്യണം. അപ്പോൾ കർമ്മങ്ങൾ നമ്മൾ പാശ്ചാത്തപിച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്തും വേണം? അതിൻ്റെ കൂടെ നന്മകളും വർദ്ധിപ്പിക്കണം. മൂന്നാമത്തത് അള്ളാഹുവെ മുറുകെ പിടിക്കണം. അതായത് പാശ്ചാത്തപം കൊണ്ടും കർമ്മങ്ങൾ നന്നാക്കിക്കൊണ്ടുമുള്ള അവൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തം തേടലായിരിക്കണം. അല്ലാതെ ആ സമയത്തെ താൽക്കാലിക നേട്ടം ലക്ഷ്യവെച്ചാകരുത്. കാരണം ഭൗതിക നേട്ടങ്ങൾ നേടിയെടുക്കലും ഉപദ്രവങ്ങൾ തടയലുമാണ് അവൻ്റെ ലക്ഷ്യമെങ്കിൽ വേഗത്തിൽ തന്നെ അവൻ പാശ്ചാത്തപത്തിൽ നിന്ന് സൽക്കർമ്മങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞേക്കാം. എന്നാൽ അവൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തവും പരലോക വിജയവും അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കലുമാണെങ്കിൽ അവൻ ഈ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ മുനാഫിക്ക് ഇതിലേക്ക് വരുമ്പോൾ പാശ്ചാത്തപിച്ചാൽ പോരാ, നന്മകൾ വർദ്ധിപ്പിക്കണം. അതിന് പുറമെ അള്ളാഹനെ നന്നായിട്ട് മുറുകെ പിടിക്കണം. അതായത് താൽക്കാലിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിൽക്കരുത്. കുറച്ച് അത് കിട്ടും ഇത് കിട്ടും എന്ന് വിചാരിച്ച് നിൽക്കുക, അത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോവുക, അങ്ങനല്ല. പൂർണ്ണമായും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആവുമെന്ന് അവർ ഉറപ്പ് തരണം. നാലാമത്തത് ഇഖ്ലാസ് ഉണ്ടാവണം. അതിനുള്ള കാരണം ഇതാണ്. ഒന്നാമതായി അള്ളാഹു അവരോട് തിന്മകൾ ഉപേക്ഷിക്കാൻ കൽപ്പിച്ചു. രണ്ടാമതായി നന്മകൾ പ്രവർത്തിക്കാൻ കൽപ്പിച്ചു. മൂന്നാമതായി ആ ഉപേക്ഷിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലുമുള്ള അവരുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തം തേടലാകണമെന്നും കൽപ്പിച്ചു. നാലാമതായി അള്ളാഹുവിൻ്റെ പൊരുത്തം തേടുക എന്ന ലക്ഷ്യം തികച്ചും നിഷ്കളങ്കമായിരിക്കണം, ഇഖ്ലാസോട് കൂടിയായിരിക്കണം. അതിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം കലരാൻ പാടില്ല. അള്ളാഹിൻ്റെ പൊരുത്തം തേടൽ തന്നെ ഇഖ്ലാസോട് കൂടിയാവണം. ഭയങ്കര കണ്ടീഷനല്ലേ അതൊക്കെ. നന്മ തെറ്റ് ഒഴിവാക്കണം, നന്മ ചെയ്യണം, അള്ളാഹിനെ മുറുകെ പിടിക്കണം. അള്ളാഹിനെ മുറുകെ പിടിക്കുന്നതിൽ തന്നെ ഇഖ്ലാസ് ഉണ്ടാവുകയും വേണം. എന്ത് വലിയ കണ്ടീഷനാണ്. ഇതൊക്കെ ഒരാൾക്ക് എങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുക? അങ്ങനെ ഈ 4 നിബന്ധനകൾ പൂർത്തിയാക്കുമ്പോഴാണ് അള്ളാഹു ഇപ്രകാരം പറഞ്ഞത്, അങ്ങനെയുള്ളവർ വിശ്വാസികളോടൊപ്പമായിരിക്കും. അല്ലാതെ അങ്ങനെയുള്ളവർ വിശ്വാസികളാണെന്നല്ല പറഞ്ഞത്, അവരോടൊപ്പമായിരിക്കും എന്ന. അപ്പോൾ അങ്ങനെയുള്ളവർ വിശ്വാസികളാണ് എന്നവൻ പറഞ്ഞില്ല. പിന്നീട് കപടവിശ്വാസികൾ കൂടി അവർക്കൊപ്പം ചേരുന്നു എന്നതുകൊണ്ട് വിശ്വാസികൾക്കുള്ള പ്രതിഫലത്തെ വലിയ ആദരവിൻ്റെ സ്ഥാനത്ത് അള്ളാഹു പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനൊക്കെ ചെയ്താലും അവർ വിശ്വാസികളെ കൂടെ ആവുകയുള്ളൂ. അതിനുശേഷം വിശ്വാസികൾക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്ന വിശ്വാസികൾ വലുതാക്കുകയും ചെയ്തു. ഈ വിശ്വാസികൾക്ക് ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. അവർ ചിലപ്പോൾ തെറ്റ് ചെയ്യുന്നവരായിരിക്കും, ഇവരെത്ര നന്മ ചെയ്യുന്നവരായിരിക്കൂല, അവരുടെ വീഴ്ചകളൊക്കെ ഉണ്ടാവും. അവരാണ് ഈ ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്തുള്ളത് മുനാഫിക്കാണ്. മുനാഫിക്ക് ഇതിലേക്ക് തിരിച്ചു വരുമ്പോൾ
അവന് അള്ളാഹിൻ്റെ ഖലീഫ നിശ്ചയിക്കുന്നത് എന്താണ്? നന്മ ചെയ്താൽ തിന്മയിൽ നിന്നൊക്കെ തൗബ ചെയ്യണം, നന്മ ചെയ്യണം, അള്ളാഹ്ക്ക് വേണ്ടിയാവണം, അള്ളാഹ് അതിൽ പൂർണ്ണമായ ഇഖ്ലാസോട് കൂടി നിലകൊള്ളണം. ഇങ്ങനെയൊക്കെ ചെയ്താലും ഈ തെറ്റുകാരനായ മുഅ്മിൻ്റെ സ്ഥാനത്ത് പോലും നീ എത്തൂല, അവർ കൂടാവുള്ളൂ. ഈ മുഅ്മിൻ അള്ളാഹു എന്താ ചെയ്യുക? അള്ളാഹു ഒരുപാട് പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കും. ഈ സൂചനകളെല്ലാം അള്ളാഹുങ്കൽ കപടവിശ്വാസികളുടെ അവസ്ഥ എത്രത്തോളം കഠിനമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ മുനാഫിക്കാവുന്നത് എത്രമാത്രം വലിയ പ്രശ്നമാണ് എന്നത് ഇതൊക്കെ ഈ ആയത്തൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് എന്ത് കിട്ടാനാണ്? അള്ളാഹു നന്ദി കാണിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അപ്പോൾ നമുക്ക് അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറയുമല്ലോ, എന്തിനാ അള്ളാഹിനെ ശിക്ഷിക്കണത്? അതങ്ങനെ അള്ളാഹിനെ ഖുർആനിൽ അള്ളാഹു ചോദിക്കേണ്ടത്, അള്ളാഹ് നിങ്ങളെ ശിക്ഷിക്കേണ്ട ആവശ്യം അള്ളാഹ്ക്ക് എന്താണ്? അള്ളാഹ്ക്ക് ശിക്ഷിക്കേണ്ട ആവശ്യം തന്നെയില്ല. പക്ഷെ അത് അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് താഴെ. എന്തിനാണ് അള്ളാഹു ശിക്ഷ എന്നൊരു കാര്യം വെച്ചത്? അതിൻ്റെ ഹിക്മത്ത് എന്താ? അപ്പോൾ നമുക്ക് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. അതില്ലായിരുന്നെങ്കിൽ പ്രശ്നമായിരുന്നു അവിടെ. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. അവൻ ശിക്ഷിക്കുന്നത് അവൻ്റെ കോപം ശമിപ്പിക്കാനോ, അതല്ല എന്തെങ്കിലും നേട്ടം നേടിയെടുക്കാനോ, അതല്ല എന്തെങ്കിലും ഉപദ്രവം തടയാനോ ഒന്നുമല്ല. ഇവയെല്ലാം അവൻ്റെ കാര്യത്തിൽ അസംഭവ്യമാണ്. കാരണം തീർച്ചയായും അള്ളാഹു തൻ്റെ സത്തയാൽ തന്നെ സർവ്വ ആവശ്യങ്ങളിൽ നിന്നും സ്വയം പര്യാപ്തനാണ്. നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിൽ നിന്നും ഉപദ്രവങ്ങൾ തടയുന്നതിൽ നിന്നും അവൻ പരിശുദ്ധനാണ്. മറിച്ച് ഇതിലൂടെ ഉദ്ദേശം മതനിയമങ്ങൾ ബാധകമായവരെ നന്മകൾ പ്രവർത്തിക്കാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും പ്രേരിപ്പിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ ഈ ശിക്ഷ അള്ളാഹു എന്തിനെ വെച്ചത്? തക്ലീഫുള്ള ആളുകൾക്ക്, ബോധമുള്ള ആളുകൾക്ക് നന്മ ചെയ്യാനും ദോഷത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ളൊരു കാര്യമായിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികളെ അടിക്കുമെന്ന് പറയുന്നത് എന്തിനാ? അവർ നന്മ ചെയ്യാനും തെറ്റ് ചെയ്യാതിരിക്കാനും. അല്ലാതെ അടിക്കാൻ നമ്മൾ ഉദ്ദേശം ഉണ്ടായിട്ടല്ല. നമുക്ക് കുട്ടികളെ അടിച്ചിട്ട് എന്താ കാര്യം? ഒരടിക്കാൻ നമുക്ക് ഒരു ഉദ്ദേശമില്ല. നമ്മൾ അടിക്കുമെന്ന് പറയുന്നത് എന്തിനാ? ചിലപ്പോൾ അടിക്കുകയും ചെയ്യും. അടിക്കുമെന്ന് പറയുന്നത് എന്തിനാ? അവരെ ആ തെറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ, അവരെ നന്മയിൽ മുഴുകാൻ, അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കുകയും തിന്മകൾ ഉപേക്ഷിക്കുകയും ചെയ്താൽ പിന്നെ നിങ്ങളെ ശിക്ഷിക്കുക എന്നത് അവൻ്റെ ഔദാര്യത്തിന് എങ്ങനെ യോജിക്കും? അപ്പോൾ നിങ്ങൾ നമ്മളെ വീട്ടിലൊക്കെ നല്ലൊരു കുട്ടിയാണ്, അവന് നല്ലതൊക്കെ ചെയ്യുന്നുണ്ട്, മോശമൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ളൊരു കുട്ടീനെ നമ്മളെന്തിനാണ് അടിക്കുന്നത്? അങ്ങനെ അടിക്കുന്നുണ്ട് നമ്മളെന്തോ ഒരു മൃഗാണെന്നല്ല എൻ്റെ അർത്ഥം. മൃഗത്തിനേക്കാൾ അതപ്പതിച്ചാളാന്നല്ല എൻ്റെ അർത്ഥം. എന്നാൽ ഇതൊന്നും ആവശ്യമില്ലാത്ത അള്ളാഹു എന്തിനാണ് അടിമനെ ശിക്ഷിക്കുന്നത്? അള്ളാഹു ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. അപ്പം അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കാൻ വേണ്ടി ഒന്നല്ല ഇതൊന്നും ചെയ്തത്. അള്ളാഹിൻ്റെ താല്പര്യങ്ങൾ പെട്ടതല്ലതൊന്നും. നമ്മളെ നന്മയ്ക്ക് വേണ്ടിയാണ് ശിക്ഷയും ഈ ശിഷ്ടവും തെറ്റും ശരിയും ഇതൊക്കെ നമ്മളെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. ഈമാനിന് മുമ്പായി ശുക്ർ പറയപ്പെട്ടതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ ഈ ഒരു ആയത്തിൽ നോക്കൂ, മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശകർത്തും വആമൻതും. എന്തിനാണ് ആദ്യം ശുക്റിനെ പറഞ്ഞത് പിന്നെ ആമൻതും ഈമാനിനെ പറഞ്ഞത്? ഈമാന് കഴിഞ്ഞിട്ടല്ലേ ശുക്ർ വരേണ്ടത് എന്ന ചോദ്യം ഉണ്ടാവും. ഇതിന് ഇൻഷാ അല്ലാഹ് വളരെ യോജിക്കുന്ന ഒരു വീക്ഷണം ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു തങ്ങൾ നൽകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എത്താം. അതിന് മുമ്പ് ഇമാം റാജി തങ്ങൾ അതിന് വിശദീകരിക്കണം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുക്ർ കഴിഞ്ഞ് ഈമാനിനല്ല, ശരിക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണെന്നാണ്. ഇത് മുന്തിക്കലും പിന്തിക്കലും എന്ന അടിസ്ഥാനത്തിലാണ്. ആദ്യം ശരിക്കും ഈമാനാണ് ഉദ്ദേശിച്ചതെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. അവസാനം പറഞ്ഞത് അതാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ വിശ്വസിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്താൽ എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. കാരണം വിശ്വാസമാണ് എല്ലാ ആരാധനയേക്കാളും മുമ്പുള്ളത്. അതൊരു അഭിപ്രായം. പിന്നെ ഇവിടെ ഈ ശക്കർത്തും വാ ആമൻതും എന്ന് പറഞ്ഞത്, ഈ ശക്കർത്തും വാ ആമൻതും, അവിടെ വാവ് എന്ന അക്ഷരം ഒരു പ്രത്യേക ക്രമത്തെ നിർബന്ധമാക്കുന്നില്ല എന്ന് നാം പറയുകയാണ്. ഈ ചോദ്യം തന്നെ ഇല്ലാണ്ടാവും. അവിടെ ക്രമം പറയുകയല്ല, രണ്ടും കൂടി ഒരുമിച്ച് പറയാണ് എന്ന് നമുക്ക് പറയാം. ഇനി മൂന്നാമത്തത്, മനുഷ്യൻ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ അവൻ്റെ സൃഷ്ടിപ്പിലും ക്രമീകരണത്തിലും വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചതായി അവന് കാണാൻ സാധിക്കും. അപ്പോൾ അവൻ മൊത്തത്തിലുള്ള ഒരു നന്ദി പ്രകടിപ്പിക്കുന്നു. പിന്നീട് ആ അനുഗ്രഹം നൽകിയവനെ അറിയുന്നതിനായി അവൻ ചിന്ത പൂർത്തിയാക്കുമ്പോൾ അവൻ വിശ്വസിക്കുകയും അതിനുശേഷം വിശദമായ രൂപത്തിൽ അവൻ നന്ദി കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ മൊത്തത്തിലുള്ള നന്ദി വിശ്വാസത്തെക്കാൾ മുമ്പുള്ളതായിത്തീരുന്നു. അതിനാൽ ഈ പരാമർശത്തിൽ അള്ളാഹു അതിനെ വിശ്വാസത്തിന് മുമ്പായി കൊണ്ടുവന്നു. സാധാരണ ഒരു മുഅ്മിനായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ
വരുന്നതിന് മുമ്പ് അവനെപ്പോൾ അവനെക്കുറിച്ച് ചിന്തിക്കുക, അവൻ്റെ ചുറ്റുപാടുകളൊക്കെ ചിന്തിച്ചു, ഈ ബാഹ്യമായ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടു, അള്ളാഹു എനിക്ക് എത്രമാത്രം വലിയ അനുഗ്രഹമാണ് തന്നത് എന്നൊക്കെ മനസ്സിലാക്കി ആയിരിക്കും ചിലപ്പോൾ ഈമാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു മനസ്സിലാക്കുന്നതിനെയാണ്, ആ ഒരു നന്ദി, പൊതുവിലുള്ള ആ നന്ദി പ്രകടനത്തിനാണ് ഇവിടെ ശുക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അവന് ഈമാൻ ഉണ്ടാവുകയും പിന്നീട് വലിയ രൂപത്തിലുള്ള നന്ദി, ഈമാനുമായി യോജിപ്പിച്ച നന്ദി അവൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. പിന്നീട് അള്ളാഹു പറഞ്ഞു, അള്ളാഹു നന്ദി കാണിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകണം. കാരണം അള്ളാഹു അവരോട് നന്ദി കാണിക്കാൻ കൽപ്പിച്ചപ്പോൾ നന്ദിക്കുള്ള പ്രതിഫലത്തെ ഒരു ഉപമ എന്ന നിലയിൽ നന്ദി എന്ന് അവൻ വിളിച്ചു. അപ്പോൾ ഇവിടെ അള്ളാഹു നന്ദി കാണിക്കാൻ തന്നെ ഒരു ഉപമയായിട്ട് പറഞ്ഞതാ. അവർ നന്ദിയിലേക്ക് ചേർത്തി അള്ളാഹിൻ്റെ നന്ദി പറഞ്ഞതാ. ശരിക്കും അവിടെ നന്ദി കൊണ്ട് ഉദ്ദേശിക്കുക അള്ളാഹ് പ്രതിഫലം നൽകുന്നതാണ്. അതിനാൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നന്ദി കാണിക്കുന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശം നന്ദി പ്രകടിപ്പിക്കുന്നതിന് അവൻ പ്രതിഫലം നൽകുന്നവനാണ് എന്നാണ്. അവൻ എല്ലാം അറിയുന്നവനാണ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അവൻ എല്ലാ സൂക്ഷ്മ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ് എന്നാണ്. അതിനാൽ അവന് ഒരിക്കലും അബദ്ധം സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നന്ദി കാണിക്കുന്നവന് അവൻ പ്രതിഫലവും അവനിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവന് അവൻ ശിക്ഷയും എത്തിച്ചു കൊടുക്കും എന്നതിൽ സംശയമില്ല. റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖ് റസൂവി തങ്ങൾ പറയാണ്, താങ്കൾ ചോദിക്കുകയാണെങ്കിൽ ആരാണ് കപടവിശ്വാസി? ഞാൻ പറയും, ശരീഅത്തിൽ വിശ്വാസം വെളിവാക്കുകയും അവിശ്വാസം മറച്ചുവെക്കുകയും ചെയ്തവനാണവൻ. എന്നാൽ ഒരാളെ പാപിയാക്കുന്ന തെറ്റുകൾ ചെയ്യുന്നവനെ മുനാഫിക്ക് എന്ന് വിളിക്കുന്നത് അവരെ കർശനമായി താക്കീത് ചെയ്യുന്നതിനും അത്തരം പ്രവർത്തകരിൽ നിന്ന് തടയുന്നതിനുമാണ്. അവരെ ഉപമിക്കുന്നതിനും വേണ്ടിയുള്ള അതിശോക്തിപരമായ പ്രയോഗമാണ്. അപ്പോൾ ഹദീസുകളിലൊക്കെ ഒരുപാട് മുനാഫിക്ക് എന്നുള്ള പ്രയോഗം കാണാം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഹദീസ് നമ്മൾ വായിച്ചിരുന്നു. അസർ നിസ്കാരത്തിന് ശേഷം അസർ നിസ്കാരത്തെ വൈകിപ്പിച്ച് മഗ്‌രിബിനോട് അടുപ്പിച്ച് നിസ്കരിച്ച് പിന്നെ ഇങ്ങനെ ഒരു കോഴി കൊത്തി തിന്ന പോലെ ഇങ്ങനെ സുജൂദ് ചെയ്ത് എണീറ്റ് വരുന്ന ആൾ ഒരു മുനാഫിക്കാണെന്ന് പറഞ്ഞല്ലോ. അവിടെ മുനാഫിക്കാന്ന് പറഞ്ഞത് മുനാഫിക്കിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞല്ലോ. അവിടെ ഉദ്ദേശിക്കുന്നത് അതിനെ മുനാഫിക്കുന്ന അത്രയും മോശപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് കൊണ്ട് ആ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ചെയ്ത ആൾ മുനാഫിക്കാന്നല്ല. അപ്പോൾ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്താൽ അവന് നേരെ പോയി നീ മുനാഫിക്കാണെന്ന് വിളിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ സാരം. എന്നാൽ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുനാഫിക്കിങ്ങനെ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം, പതിയെ നമ്മൾ മുനാഫിക്കായേക്കാം നമ്മൾ വിചാരിക്കണം, എന്നിട്ട് നമ്മളതിൽ നിന്ന് മാറിയിരിക്കുകയും വേണം. പക്ഷേ ലിറ്ററലി അത് മുനാഫിക്കാന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ ഹദീസുകളിലൊക്കെ അങ്ങനെ വന്നത് ആ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആരെങ്കിലും മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ അവിശ്വസിച്ചു, അവൻ കാഫിറായി എന്ന് അള്ളാഹു റസൂലുള്ളാഹി പറഞ്ഞതുപോലെ അത് അതിനർത്ഥം നിസ്കാരം ഉപേക്ഷിച്ചവനൊക്കെ കാഫിറാന്നല്ല. അത് ആ നിസ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം അതിൽപ്പെട്ടതാണ്. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവൻ കപടവിശ്വാസിയാണ്. അവൻ നിസ്കരിച്ചാലും താൻ മുസ്ലിമാണെന്ന് വാദിച്ചാലും ശരി. അവൻ സംസാരിച്ചാൽ കളവ് പറയും, വാഗ്ദാനം നൽകിയാൽ ലംഘിക്കും, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ വഞ്ചന കാണിക്കും. ഇതും ആ അർത്ഥത്തിൽ വരുന്നതാണ്. അപ്പോൾ അതിലും ഇങ്ങനെ ഈ 3 കാര്യമുള്ള ആൾ മുനാഫിക്കാണെന്ന് നമ്മൾ പറയണ്ട. പക്ഷെ നമുക്കവുണ്ടെങ്കിൽ നമ്മൾ മുനാഫിക്കാണോ നമ്മൾ പരിശോധിക്കണം. പക്ഷേ ഈ 3 കണ്ടീഷൻ ഒരാൾക്കുണ്ടായ ആൾ മുനാഫിക്കാന്ന് നമ്മൾ പറഞ്ഞു പോകരുത്. കാരണം ഇത് പറയുന്നത് ഈ ഒരു കാര്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സംസാരിക്കുമ്പോൾ കളവ് പറയുന്നത്, വാഗ്ദാനം പറഞ്ഞാൽ ലംഘിക്കുന്നത്, വിശ്വസിപ്പിച്ചേൽപ്പിച്ചാൽ വഞ്ചിക്കുന്നത്, ഇതൊക്കെ വളരെ ഗുരുതരമായ കാര്യമാണ്. മുനാഫിക്കായി പോവും എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി തരാം. കാരണം മുനാഫിക്കാണല്ലോ ഏറ്റവും മോശപ്പെട്ട ആൾ. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ആരാണ് കപടവിശ്വാസി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിനെക്കുറിച്ച് വർണ്ണിച്ച് പറയുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇസ്ലാം ഭയങ്കരമാണ്, ത്വരീഖത്തൊക്കെ ഭയങ്കരമാണ്, ഷെയ്ഖ് ഭയങ്കരമാണ് എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയും. പക്ഷെ അതിൻ്റെ പ്രവർത്തനത്തിൽ അതൊന്നുമില്ല. അതാണ് യഥാർത്ഥത്തിൽ മുനാഫിക്ക്. ഹസൻ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു, കാപട്യത്തിനൊരു കാലമുണ്ടായിരുന്നു, അന്ന് അത് അടിച്ചമർത്തപ്പെട്ടതായിരുന്നു. എന്നാൽ ഇന്നത് തലപ്പാവ് ധരിക്കപ്പെടുന്നതും അധികാരം ലഭിക്കപ്പെടുകയും ഒരു വാൾ നൽകപ്പെടുകയും ചെയ്തതായി തീർന്നിരിക്കുന്നു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു തങ്ങളായിരിക്കണം അത് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നല്ലേ, ആ കാലത്തെ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ മുനാഫിക്കങ്ങൾ ഉണ്ടാവും എന്നതിലേക്കുള്ള തെളിവായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പഴയ കാലത്ത് മുനാഫിക്കങ്ങൾ വിശ്വാസങ്ങളെ കാലഘട്ടത്തിൽ മുനാഫിക്കങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് അത് ചിലപ്പോൾ തൽപ്പാവൊക്കെ ധരിച്ച് അധികാരമൊക്കെ കിട്ടി വലിയ രാജാക്കന്മാരെ വലിയ പണ്ഡിതന്മാരെ വേഷത്തിലൊക്കെ ആയിരിക്കും, പക്ഷെ അവർ മുനാഫിക്കങ്ങളായിരിക്കും.
ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, ഓരോ സമുദായവും അവരുടെ കപടവിശ്വാസികൾ കൊണ്ടുവരികയും നാം ഹജ്ജാജിനെ മാത്രം കൊണ്ടുവരികയും ചെയ്താൽ തീർച്ചയായും നാം അവരെ അതിജയിക്കുന്നതാണ്. ഹജ്ജാജ് ബിൻ യൂസുഫിനെ ആ കാലത്തിൽ മുനാഫിക്കായിരുന്നു, മൂപ്പരെ മാത്രം ഞാൻ കൊണ്ടുവരികയും ഓരോ കാലഘട്ടത്തിലുള്ള മുനാഫിക്കുകളെ കൊണ്ടുവരികയും ചെയ്താൽ ഇദ്ദേഹമായിരിക്കും എല്ലാവരെക്കാളും മോശം എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തങ്ങൾ പറയാം. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു എന്ന് ഉദ്ധരിക്കുന്നു, ആദ്യനാളിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നത് 3 കൂട്ടക്കാരാണ്. കപടവിശ്വാസികൾ, ഭക്ഷണത്തലികയിലെ ആളുകൾ നിന്നുള്ള അവിശ്വസിച്ചവർ. അതായത് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് നിന്ന് മോചിതത്ത് ചോദിച്ചു കുറച്ച് ആൾക്കാർ, നമ്മൾ സ്വർഗത്തു നിന്നുള്ള ഭക്ഷണത്തലിക ഭക്ഷണങ്ങൾ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മോചിതത്ത് ചോദിച്ച് വാങ്ങിച്ച ഈസാ നബി അലൈഹി ഇസ്ലാം. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം കണ്ടീഷൻ വെച്ചു, ഈ ഭക്ഷണത്തലികയിൽ നിന്ന് ആരും സൂക്ഷിച്ച് വെക്കരുത്, ഇങ്ങനെ 1-2 കണ്ടീഷനൊക്കെ വെച്ചു. പക്ഷേ അവർ അത് ചോദിച്ച് വാങ്ങിയെന്ന് മാത്രമല്ല, ആ കണ്ടീഷനൊന്നും അവർ പാലിക്കുകയും ചെയ്തില്ല. അത് അവിടെ അള്ളാഹുവിൻ്റെ വലിയ അദാബ് ഇറങ്ങി. എന്തുകൊണ്ടാണ്? അവർ മോചിതത്ത് ചോദിച്ചു എന്നുള്ളത് തന്നെ ഒരു തെറ്റാണ്. ആ ചോദിച്ച മോചിതത്തിന് വെച്ച കണ്ടീഷന് മറ്റൊരു തെറ്റും, അതിന് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു തെറ്റും, വലിയ തെറ്റ് അവർ ചെയ്തു. പിന്നെ 3-ാമത്തെ ഫിറഔന്റെ ആളുകളാണ്. സുപ്രയുടെ ആളുകളെ കുറിച്ച് അള്ളാഹു താല പറഞ്ഞു, തീർച്ചയായും ഞാൻ അവരെ കഠിനമായി ശിക്ഷിക്കുന്നതാണ്, ലോകരിൽ മറ്റൊരാളെയും ഞാൻ ശിക്ഷിക്കാത്ത വിധത്തിലുള്ള ശിക്ഷ. കപടവിശ്വാസികളുടെ കാര്യത്തിൽ അവൻ പറഞ്ഞു, തീർച്ചയായും കപടവിശ്വാസികൾ നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. പിന്നെ ഫിറഔന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞു, ഫിറഔന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിപ്പിക്കുക. അപ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നു എന്നതിനെക്കുറിച്ച് ജുർജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതായത് തൻ്റെ സാമീപ്യത്തിന് നിങ്ങൾ നന്ദി കാണിച്ചാൽ, അള്ളാഹുവിൻ്റെ സാമീപ്യം, നിങ്ങളോടുള്ള സാമീപ്യത്തിന് നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എന്നോടുള്ള അടുപ്പം വർദ്ധിപ്പിച്ച് നൽകും. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനോടുള്ള സാമീപ്യത്തിന് നിങ്ങൾ നന്ദി കാണിച്ചാൽ, നിങ്ങൾക്കുള്ള അനുഭവത്തിൻ്റെ ആത്മീയ അനുഭവങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്കത് വർദ്ധിപ്പിച്ച് നൽകും. അലി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു, അനുഗ്രഹങ്ങളുടെ തുടക്കങ്ങളിലേക്ക് വന്നെത്തിയാൽ നന്ദി കുറവ് കാരണം അതിൻ്റെ അവസാനങ്ങളെ നിങ്ങൾ അകറ്റിക്കളയരുത്. ഇതിൻ്റെ അർത്ഥം ഇതാണ്, തനിക്ക് കരഗതമാവുകയും തന്നിലേക്ക് വന്നെത്തുകയും ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്തവന് അവൻ ലഭിക്കാത്തതും അവനിൽ നിന്ന് അകന്നു നിൽക്കുന്നതുമായ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അവൻ നന്ദി കാണിച്ചാൽ അവൻ നൽകാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകും. ഒരാൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ അവൻ നന്ദി കാണിക്കുന്നില്ലേ, അവനക്ക് പിന്നൊന്നും അള്ളാഹു കൊടുക്കുകയില്ല. റൂഹുൽ ബയാനിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖ് ബറൂസി റളിയല്ലാഹു അൻഹു പറയുന്നു, വജ്ഹു താദീബ്, അതായത് അദബ് പഠിപ്പിക്കുക, അത് ശിക്ഷിക്കുക. അതിൻ്റെ കാരണം എന്താണ്? അന്ന താദീബ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്തിനായിരിക്കും അള്ളാഹു ശിക്ഷിക്കുന്നത് നമ്മളെ? അപ്പോൾ ശിക്ഷിക്കുന്നതിനൊരു കാരണമുണ്ട്. അന്ന താദീബ ഫിൽ ഹിക്മത്തി വാജിബുൻ, അതൊരു ശരിക്ക് നിർബന്ധമായൊരു കാര്യം, യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നിർബന്ധമായ കാര്യമാണ്. അദബ് പഠിപ്പിക്കൽ നിർബന്ധ, ശിക്ഷിക്കൽ നിർബന്ധ. ഖലഖല്ലാഹുന്നാർ, അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തെ സൃഷ്ടിച്ചത് ലിയഅലമൽ ഖൽഖു ഖദ്റ ജലാലില്ലാഹി വ കിബ്രിയാഹി, അള്ളാഹുവിൻ്റെ വലുപ്പത്തെയും ജലാലിനെയും ആളുകൾക്കും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. വലിയകൂനു അലാ ഹൈബത്തിൻ വ ഖൗഫിൻ മിൻ സുനഇ ജലാലി, അവൻ്റെ ജലാലിൽ ആളുകൾ പേടിക്കാൻ വേണ്ടിയാണ്. ഹൈബത്ത് എന്ന് പറഞ്ഞാൽ ഒരു പേടിയാണ്, ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഹൈബ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബഹുമാനാദരവ് കൊണ്ടുള്ള പേടി. കൂടുതൽ ഔലിയാക്കന്മാർക്ക് ആരിഫ്യങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവുക. അപ്പോൾ ഖൗഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധാരണക്കാർക്കുള്ള പേടി, ശിക്ഷിക്കുമോ എന്നുള്ള പേടി. അപ്പോൾ ഇത് രണ്ടും, നരകത്തെ അള്ളാഹു എന്തിനാണ് പടച്ചത്? അള്ളാഹിൻ്റെ ജലാലിനെ പേടിക്കാൻ വേണ്ടിയാണ്. വയുഅദ്ദിബു ബിഹാ മൻ ലം യതഅദ്ദബ് ബിതഅദീബി റുസുലിഹി ഇലാ ഖൽഖിഹി, അള്ളാഹു സൃഷ്ടിയിലേക്ക് അയച്ച മുർസലീങ്ങളിലൂടെ, അള്ളാഹിൻ്റെ ഖലീഫന്മാരിലൂടെ ആരെങ്കിലും അദബ് ശീലിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു ഇവിടെ ദുനിയാവിലേക്ക് അള്ളാഹിൻ്റെ മുർസലീങ്ങളെ അയച്ചിട്ടുണ്ട്, അള്ളാഹിൻ്റെ ഖലീഫന്മാരെ അയച്ചിട്ടുണ്ട്, അവരിലൂടെയാണ് നമ്മൾ അള്ളാഹിനോടുള്ള അദബ് പഠിക്കേണ്ടത്. അത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നരകം അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. എന്തിന്? ഇതിലൂടെ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതിലൂടെ പഠിപ്പിക്കാൻ. നല്ല രൂപത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാവണില്ലെങ്കിൽ കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്ന് അറിയാലോ, അതേപോലെ നല്ല രൂപത്തിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാവണില്ല, എന്നാൽ പിന്നെ ഇതിലനുഭവിച്ചോ എന്ന് പറയലാണിത്.
വലിയ അതബിർ അഹ്ലുൽ അഖൽ ബിന്നദറ ഇലൈഹാ ബിദലാലതി ഫി ദുനിയ. ബുദ്ധിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? ദുനിയാവിൽ തന്നെ അതിലേക്കുള്ള ദലീലുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. നമ്മൾ ദുനിയാവിൽ തന്നെ നോക്കുമ്പോൾ മാതാപിതാക്കള്, ഗുരുനാഥന്മാര്, ഭർത്താവ്, അധികാരമുള്ള ഒരു രാജാവ് എല്ലാവരും ശിക്ഷിക്കുന്നുണ്ടല്ലോ. ശിക്ഷ ഇല്ലാത്തൊരു നാടില്ല. എല്ലായിടത്തും ശിക്ഷ ഉണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിൽ മാത്രമേ സംശയിക്കുന്നുള്ളൂ. ശിക്ഷ കുറയുന്നതിനനുസരിച്ച് ആൾക്കാർ കുരുത്തക്കേട് കൂടി വരിക ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ശിക്ഷ കുറവാണ്, അതുകൊണ്ട് കുരുത്തക്കേട് കൂടുതലാണ്. ഒരു കുടുംബത്തിൽ വാപ്പയമ്മയും തീരെ ശിക്ഷിക്കാത്തവരാണ്. സ്നേഹം എന്ന് പറഞ്ഞ് മാത്രം നടക്കാൻ. അവിടെ കുട്ടികൾ ഭയങ്കര കുരുത്തക്കേടായിരിക്കും. അതേസമയം ഒരു വാപ്പയും ഉമ്മയൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ കുട്ടികളൊക്കെ വളരെ നീറ്റായിരിക്കും. അപ്പോൾ ഇതെന്താണ്, നമ്മൾ ഇതിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ആവശ്യമാണ്. ഫിൽ ആഖിറ, അതുപോലെ തന്നെ ആഖിറത്തിലും അതിനെക്കുറിച്ച് അവർ കേൾക്കുകയും ചെയ്യും. വലിഹാദാ സിർറുൻ, ഈ ഒരു കാരണം കൊണ്ടാണ് അല്ലക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസൗത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ചാട്ടവയറിനെ തൂക്കിയിട്ടത് ഹൈസു യറാഹു അഹ്ലുൽ ബൈത്ത്, തൻ്റെ വീട്ടുകാർ കാണാൻ വേണ്ടിയിട്ട്. ലിഅല്ല യത്രഖുൽ അദബ്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കട്ടോ, ഇതായിരിക്കും, അടി കിട്ടിട്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ തൂക്കിയിടുമായിരുന്നു എന്ന്. വിശ്വാസങ്ങൾ വീട്ടിൽ തൂക്കിയിടുന്ന പറഞ്ഞാൽ ഭാര്യമാരും മക്കളും ഒക്കെ കാണാൻ വേണ്ടി അവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവുക. നിങ്ങളൊക്കെ കണ്ടോളി, പറഞ്ഞ് കേട്ടില്ല, ഇതാ ശിക്ഷ വരാനുള്ളത്. വീട്ടിൽ അതുപോലെ ഇത് സുന്നത്താ, വിശ്വാസങ്ങൾ ചെയ്തല്ലേ നമുക്ക് സുന്നത്താ. വീട്ടിൽ വടി മക്കളെ കാണിച്ചതാ, വടി കാണിച്ചിങ്ങനെ പറയാ, വടിൻ്റെ ഇട്ടാ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ നല്ല അടി കിട്ടും, കളവ് പറഞ്ഞാൽ അടി കിട്ടും, മോശം സ്വഭാവം കാണിച്ചാൽ അടി കിട്ടും, മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ അടി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരു വടി അവിടെ സൂക്ഷിക്കൽ, അത് കാണിച്ച ആളുകൾ പേടിപ്പിക്കൽ, ഇത് വിശ്വാസങ്ങളെ സുന്നത്താണ്. വിശ്വാസങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. ചാട്ടവയർ അവിടെ അങ്ങനെ വെച്ചിരുന്നു, തൂക്കിയിട്ടിരുന്നു. ആളുകളൊക്കെ കാണുന്ന സ്ഥലത്താണ് തൂക്കിയിടുക. കാണുന്ന സ്ഥലത്ത് നമ്മുടെ വീട്ടിലൊക്കെ എവിടെ കാണുന്ന സ്ഥലം, എവിടെ അട്ടത്തല്ല, എവിടെയെങ്കിലും കാണുന്ന സ്ഥലത്ത്, കുട്ടികളൊക്കെ കാണുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കണം. ഇത് ചെയ്താൽ അടി കിട്ടും എന്നുള്ള ഒരു ആലങ്കാരികമായി കൊണ്ടുവെക്കുകയും ചെയ്യരുത്. നമ്മൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ അടിക്കണം. തെറ്റിന് നമ്മൾ ദേഷ്യത്തിനല്ല അടിക്കേണ്ടത്. തെറ്റ് നമ്മൾ അടിച്ചാൽ അവർക്ക് എപ്പോഴും മനസ്സിലാവും, തെറ്റ് ചെയ്താൽ അടി കിട്ടും. 1-2 പ്രാവശ്യം അത് ചെയ്താൽ പിന്നെ ഒരു ആവർത്തിക്കൂല. അത് നമ്മൾ ചെയ്യുന്ന നിർബന്ധമാണ്. അപ്പോൾ ഇത് വിശ്വാസങ്ങൾ ചെയ്തിരുന്നു. എന്തിനാണ് പ്രധാനമായി അങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ്? അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്താൽ ആളുകൾ തെറ്റ് ചെയ്യുന്നത് കുറയും. ഒരു പ്രാവശ്യം അടിച്ചാൽ പിന്നെ അടിക്കേണ്ടി വരില്ല. അതേസമയം ഇത് ചെയ്തില്ലെങ്കിലോ തെറ്റ് ചെയ്യുന്നത് വർദ്ധിക്കും. ഇത് മനുഷ്യൻ്റെ നേച്ചറാണ്. റബി അന്നല്ലാഹു തആല ഖാല ലി മൂസ അലൈഹി സ്വലാത്തു, മൂസ നബി അലൈഹി സ്വലാമിന് മൂസാ നബീനോട് അള്ളാഹു പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മാ ഹലക്കന്നാറ ബുഖ്ലൻ മിന്നി, നരകം സൃഷ്ടിച്ചത് എനിക്ക് പിശുക്കുണ്ടായതുകൊണ്ടല്ല. അതായത് സ്വർഗത്തിൽ കുറേ ആൾക്കാരുണ്ട്, കുറച്ച് നരകത്തിലും കിടക്കട്ടെ എന്ന് വിചാരിച്ച് നരകം ഉണ്ടാക്കിയതല്ല ഞാൻ. വലാക്കിൻ അക്രഹു അജ്മ അദായി വ ഔലിയായി ഫീദാരും വാഹിദൻ, പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ എതിർക്കുന്നവരും ഒരേ വീട്ടിൽ താമസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം 2 പേർക്ക് 2 വീട് വേണ്ടേ? ഒരു കൂട്ടർ എൻ്റെ ഔലിയാക്കന്മാരാണ്, എന്നെ ഇഷ്ടപ്പെട്ടവരാണ്. ഒരു കൂട്ടരോ എന്നെ എതിർക്കുന്നവരും എൻ്റെ ശത്രുക്കളുമാണ്. അപ്പോൾ ഈ 2 കൂട്ടരും ഒരേ വീട് താമസിക്കുക എന്നുള്ളത് യുക്തിഭദ്രമായി ശരിയല്ലല്ലോ. അപ്പോൾ 2 വീടുണ്ടാക്കിയെന്നേ ഉള്ളൂ. അതുപോലെ അദ്ഖലല്ലാഹു ബഅദ ഉസാത്തിൽ മുഅ്മിനീനാർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആട്ടോ. അദ്ഖലല്ലാഹു ബഅദ ഉസാത്തിൽ മുഅ്മിനീനാർ, തെറ്റുകാരായ പാപികളായ മുഅ്മിനീങ്ങൾ അല്ലാഹു നരകത്തിൽ പ്രവേശിക്കും. ലിയ അരിഫു ഖദറൽ ജന്ന, എന്തിനാ അങ്ങനെ പ്രവേശിപ്പിക്കുന്നത്? ലിയ അരിഫു ഖദറൽ ജന്ന, സ്വർഗത്തിൻ്റെ പദവി എന്താണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി. അവരെ ഫുള്ള് ശിക്ഷ ഒന്നും കൊടുക്കൂല, ചെറിയ ശിക്ഷ കൊടുക്കൂ. അപ്പോൾ വലിയ ശിക്ഷ എന്താണെന്ന് അവർ കാണല്ലോ. അപ്പോൾ എത്രമാത്രം വലിയ ശിക്ഷയാണ് അള്ളാഹു എന്നിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് ഒരു മനസ്സിലാക്കാൻ വേണ്ടി. കാരണം യുക്തിഭദ്രമായി നോക്കുമ്പോൾ ഒരു നിയമത്ത് അള്ളാഹ് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, ആ നിയമത്താന്ന് മനസ്സിലാവുകയുമാണല്ലോ. ഇപ്പോൾ ഒരു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മുഅ്മിനിന് ഇത് സ്വർഗമാണെന്ന് അവന് മനസ്സിലാവണ്ടേ?
എന്നാലല്ലേ അവൻ സ്വർഗത്തിന് പ്രാധാന്യം കൽപ്പിക്കുള്ളൂ. അപ്പോൾ നരകത്തിലേക്ക് പാപിയായ ഒരു മുഅ്മിൻ എന്തിനാ നരകത്തിലിടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൻ അറിയണം സ്വർഗത്ത് പോയാൽ ഇത്രയും വലിയ മഹത്തുണ്ടെന്ന്. അതിന് ചെറിയ വേദന ഉണ്ട്. ദുനിയാവിൽ അങ്ങനെ തന്നെയാണല്ലോ. അള്ളാഹു എന്തിനാ നമുക്ക് വേദനകളും പ്രയാസങ്ങളൊക്കെ തരുന്നത്? വലിയ പ്രയാസമൊന്നും അള്ളാഹു തരുന്നേ ഇല്ല നമുക്ക്. എന്നാലും ചെറിയ ചെറുതൊക്കെ എന്തിനാ തരുന്നതെന്തിനാ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ അനുഗ്രഹത്തിൻ്റെ വലുപ്പത്തറാണെന്ന്. നമ്മൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ കണ്ണിന് ചെറിയ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ മനസ്സിലാവും, ഓ കണ്ണിൻ്റെ കാഴ്ച എത്രമാത്രം വലുതായിരുന്നു. നമുക്ക് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഏതെങ്കിലും സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭക്ഷണം കിട്ടുന്നത് എത്ര വലുതായിരുന്നു. നമുക്ക് ഒരുപാട് ഒഴിവ് സമയമുള്ളപ്പോൾ ഒരു സമയം ഒഴിവ് തിരക്കിലാവുമ്പോൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരും ഒഴിവ് സമയത്തിൻ്റെ അനുഗ്രഹം എത്ര വലുതായിരുന്നു. അങ്ങനെ എല്ലാത്തിനെയും അള്ളാഹു ഇത് കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ പഠിച്ചു തരുന്നത്. ദുനിയാവിലും അതെ, ആഖിറത്തിലും അതെ. തായിഫുൽ ഷാറത്തിൽ ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു പറയാണ്, ആദ്യത്തെ ആയത്ത് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ വലൻ തജിദ ലഹു നസീറ എന്ന ആയത്ത് വിശദീകരിക്കണം. ദല്ലത്തിൽ ആയത്തു അല അന്നൽ മുനാഫിഖ ലൈസ ബി മുസ്തഅമൻ. ഈ ആയത്തിൽ സൂചന നൽകിയിട്ടുണ്ട് മുനാഫിക്കീങ്ങൾക്ക് ലൈസ ബിൽ മുസ്തഅമൻ, അവർക്ക് ഒരു സുരക്ഷയും ലഭിക്കൂല എന്ന്. ലഅന്നൽ ഈമാന മാ യൂജിബുൽ അമാൻ, കാരണം സുരക്ഷ ഈമാൻ കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. വൽ മുഅ്മിനു യതഖല്ലസു ബി ഈമാനിഹി മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരു മുഅ്മിൻ രക്ഷപ്പെടുന്നത് അവൻ്റെ ഈമാൻ കൊണ്ടാണ്. ഫമാ യകൂനു സബബ വഖൂഇഹി ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ഒരാൾ എത്തിക്കുന്ന എന്തൊക്കെ സബബുകളുണ്ടോ, എന്തൊക്കെ കാരണങ്ങളുണ്ടോ, ലാ യകൂൻ ഈമാൻ, അതൊന്നും ഈമാനല്ല. അപ്പോൾ ഈ മുഅ്മിനീങ്ങൾ അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്ത്, മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും അടിത്തട്ടിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അടിത്തട്ടിലേക്ക് മുനാഫിക്കിനെ എത്തിക്കുന്ന എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതൊന്നും ഈമാനല്ല. വയുഖാല ഹാദാ തഹ്ഖീഖുൻ ഖൗലുഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത് അല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹു ഏറ്റവും വലിയ തന്ത്രശാലിയാണ്. ഐ മക്റുഹു ഫൗക കുല്ലി മക്രീൻ, അവൻ്റെ തന്ത്രം എല്ലാത്തിൻ്റെയും മുകളിലുള്ള തന്ത്രമാണ്. ലമ്മ അൽഹറ അൽ മുനാഫിഖു മാ ഹുവ മക്റുൻ മഅൽ മുഅ്മിനീൻ, എപ്പോഴാണ് അള്ളാഹു ഇത് പറയുന്നത്, അല്ല എപ്പോഴാണ് അള്ളാഹുവിൻ്റെ മക്ർ അള്ളാഹ് കാണിക്കുക, ലമ്മ അൽഹറൽ മുനാഫിഖു മാ ഹുവ മക്റുൻ മഅൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ മുമ്പിൽ മുനാഫിക്കീങ്ങൾ അവരുടെ തന്ത്രം മെനഞ്ഞപ്പോൾ, എന്താ തന്ത്രം മെനഞ്ഞത്, കാനത്ത് ഉഖൂബത്തുഹും അശദ് മിൻ ഉഖൂബത്തി അൻ ജാഹറ ബിൽ കുഫ്രി, അവർ മുഅ്മിനീങ്ങളെ മുമ്പിൽ തന്ത്രം മെനഞ്ഞത് അവർ ബാഹ്യമായി ഈമാൻ കാണിച്ചിട്ടാണ്, ആന്തരികമായി ഈമാനില്ല. എന്നാൽ അവർക്കുള്ള ഉഖൂബത്ത്, അവരുടെ ശിക്ഷ എന്തായിരിക്കും, കാനത്ത് ഉഖൂബത്തുഹും അശദ്, അവർക്ക് ഏറ്റവും തീവ്രമായ ശിക്ഷയായിരിക്കും, മിൻ ഉഖൂബത്തി മൻ ജാഹറ ബി കുഫ്രി, കുഫ്ർ ബാഹ്യമായി കാണിച്ച ആളുകളെക്കാളും. വയുഖാല നക്ലഹും ഫി ആജിലിഹിം, യുക്കാൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് പണ്ഡിതന്മാരുടെ അടുത്ത്, നക്ലുഹും ഫി ആജിലിഹിം, പരലോകത്ത് അവരെ ഏറ്റവും മോശപ്പെട്ട നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് മാറ്റപ്പെടുമെന്ന് പറയുന്നത് ഇലാ അശദ്ദി മാഹു അലൈഹിമിൻ ആജിലിഹിം, ദുനിയാവിൽ അവർ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലായതുകൊണ്ടാണ്. അതായത് പരലോകത്ത് അവരെ ഏറ്റവും നരകത്തിൻ്റെ അടിത്തട്ടിലിടുന്നു പറഞ്ഞാൽ എന്തിനാ, ദുനിയാവിൽ അവർ ഏറ്റവും താഴെയാണ് കിടക്കുന്നത് എന്നാണ്, ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് അവർ. അതുകൊണ്ട് നാളെ പരലോകത്ത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് എന്നാണ്. കാരണം ലിമാ ഫി ഖബർ, കാരണം ഹദീസിൽ വന്നിട്ടുണ്ട് മൻ കാന ബി ഹാലത്തിൻ ലഖി അല്ലാഹു ബിഹ, ഓരോ ആളുകളുടെയും ഹാല് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണോ അതുപോലെയാണ് അവൻ അള്ളാഹിനെ കണ്ടുമുട്ടുക. നമ്മളൊക്കെ ചിന്തിക്കുക നമ്മളെ അവസ്ഥ എന്താണ് ഇപ്പം എന്താണ് അവസ്ഥ, അതുപോലെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ അള്ളാഹിനെ കുറിച്ചും അള്ളാഹിൻ്റെ ദീനിനെക്കുറിച്ചും ഇതിൻ്റെ പരിശ്രമത്തിലും ചിന്തയിലും ഇതിലൊക്കെയാണോ നമ്മളുള്ളത്, ഇതന്നെ ആയിരിക്കും നാളെ മരിച്ചാലും നമുക്ക് ഉണ്ടാവുക. നമ്മൾ ദുനിയാവിനെക്കുറിച്ചും ലൗകികമായ ചിന്തകളെക്കുറിച്ചും ചിന്തിച്ചെങ്കിൽ അതിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്, അത് തന്നെയായിരിക്കും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ മുഅ്മിനീങ്ങളെ വഞ്ചിക്കുന്നതിനെക്കുറിച്ചും അള്ളാഹിൻ്റെ ഖലീഫിനെ വഞ്ചിക്കുന്നതിനെക്കുറിച്ചും ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചാണ് നടക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടാവുക. അപ്പോൾ അള്ളാഹു നരകത്തിലെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് നമ്മൾ ഇടുന്നു പറഞ്ഞാൽ, അള്ളാഹ് കാക്കട്ടെ അങ്ങനെ ഇടുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അള്ളാഹ് ഇവിടെ നല്ലൊരു അവസ്ഥയിലായിരുന്നു അവിടെ മോശപ്പെട്ട അവസ്ഥയിലാക്കിയെന്നല്ല, ഇവിടെയും മോശപ്പെട്ട അവസ്ഥയിലായതുകൊണ്ട് നാളെ പരലോകത്തും മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും എന്നാണ്.
ഫൽ മുനാഫിക്ക് അൽയോം ഇന്ന് ഈ ജീവിതത്തിൽ ഫി ദറക്കിൽ അസ്ഫലി മിനൽ ഹിജ്ർ, അവന് നന്മ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള നന്മ, അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള സ്വീകാര്യത, അള്ളാഹുവിൻ്റെ ഖലീഫിൻ്റെ സ്വീകാര്യത, ഇങ്ങനെ തുടങ്ങിയ എല്ലാ നന്മകളിൽ നിന്ന് തുടച്ചു നീട്ടപ്പെട്ട് അതിൽ നിന്നൊക്കെ അകറ്റപ്പെട്ട ഏറ്റവും താഴെ അവസ്ഥയിലാണ്. അവന് അതിനേക്കാൾ താഴ്ന്നൊരവസ്ഥ കിട്ടാനില്ല. ഫഖദാലിക യൻഖലൂന ഇലാ ദറഖിൽ അസ്ഫലി മിനൻ നാർ, അതുപോലെ തന്നെ അവൻ നാളെ പരലോകത്തും ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് താഴ്ത്തപ്പെടും. ദറഖുൽ അസ്ഫലു മിനൽ ഹിജ്രി അൽ യൗം, ഈ ഒരു ജീവിതത്തിൽ അവൻ്റെ മോശപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് ലഹും മാ അലൈഹി മിനൽ ഇസ്മിൽ ഈമാൻ, അവൻ ഈമാനിൻ്റെ പേരിൽ നിലനിന്നു എന്നുള്ളതാണ്. വലൈസ ലഹും മിനല്ലാഹി ശദിയ്യത്തുൻ, എന്നാൽ അള്ളാഹിൻ്റെ അടുക്കൽ അവനൊരു ഓഹരിയില്ല. അപ്പോൾ അവൻ്റെ മോശപ്പെട്ട അവസ്ഥ എന്താണ്? അവൻ്റെ നിഫാഖ് തന്നെയാണ് അവൻ്റെ മോശപ്പെട്ട അവസ്ഥ. ദുനിയാവിൽ അള്ളാഹിൻ്റെ പേരിലൊന്നും നടക്കുന്നു, എന്നാൽ അള്ളാഹിൻ്റെ അടുക്കൽ ഒരു ഓഹരിയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും മോശപ്പെട്ട അവസ്ഥയല്ല. ഒരാളിങ്ങനെ പറയാണ്, ഒരാൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് കരുതുക. അയാൾ അദ്ദേഹത്തിന് ആ ഭൗതികമായ അള്ളാഹു കൊടുത്തൊരു പദവിയാണല്ലോ. അതേസമയം ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്, എന്നാൽ അയാൾ ഒന്നുമല്ല. അയാൾ എന്ത് മോശപ്പെട്ട അവസ്ഥയില്ല, ഭ്രാന്തൻ എന്നല്ല പറയുക, ഒരു വിലയോലും കൊടുക്കൂല ആരും. അതേപോലെ ഒരാൾ ഈമാൻ ഉണ്ട് എന്ന് പറയുക, എന്നാൽ അള്ളാഹിൻ്റെ അടുക്കൽ ഒരു ഓഹരി അവനില്ല. ഒരു കണിക പോലെ ഈമാനുള്ള ഒരു കള്ള കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അവന് കിട്ടൂല. അങ്ങനെയാണ് ഓൻ എത്ര മോശപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. വഹാദാഹു ബലാഉൻ അക്ബർ, ഇത് ഏറ്റവും മോശപ്പെട്ട ഒരു ബലാഗാണ്, പരീക്ഷണമാണ്. ഇക്കാലം ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, ഇസ്തഅജബു അദ്ദറഖൽ അസ്ഫല മിനൻ നാർ, അവർക്ക് നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ളത് യോഗ്യമാവും. എപ്പോ? ലിഅന്നഹും സഹിബുൽ യൗമ ഇസ്മുല്ലാഹുൽ അദീം ആദം, കാരണം അവര് അള്ളാഹിന്റെ പേര് വെച്ചിട്ടാണ് നടന്നത്. അള്ളാഹിന്റെ ആളാന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ ഏറ്റവും വലിയ പേര് പറഞ്ഞിട്ടാണ് നടന്നത്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് ഏറ്റവും താഴെയുള്ള അവസ്ഥയിലാണ് അള്ളാഹ് വെക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെയുള്ള അവസ്ഥയിൽ എന്തുകൊണ്ടാണ് മുനാഫിക്കങ്ങളാവുന്നത്? ഒരു കാരണമാണ് അള്ളാഹിന്റെ പേര് പറഞ്ഞവർ നടന്നു, അള്ളാഹിന്റെ ഖലീഫന്റെ പേര് പറഞ്ഞു നടന്നു. ഞാൻ ഇന്ന വിശ്വാസങ്ങളുടെ ആളാണ്, ഞാൻ ഷെയ്ഖിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പേര് പറഞ്ഞു നടന്നു. അത് പറയാതിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം പറഞ്ഞു നടന്നായിരിക്കുന്നു. അപ്പോൾ ആ പേര് പറഞ്ഞുകൊണ്ട്, എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ അതില്ലാത്തതുകൊണ്ട് അള്ളാഹു അവരെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് നാളെ പരലോകത്തെത്തിക്കും. ഒരു കാരണം ലാ അല ത്വരീഖത്തുൽ ഹുറുമ, കാരണം അവർ ആ പേര് പറഞ്ഞു നടന്നത് എന്തിനല്ല, ഒരു ബഹുമാനത്തിന്റെ വഴിയിലല്ല. അവർക്ക് ഉള്ളിൽ ഒരു കളിയാക്കുന്ന അവസ്ഥയിൽ അതൊക്കെ കൊണ്ടുനടന്നത് അവർ. പിന്നെ ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്, അദബ്, അവർക്ക് നരകത്തിലെ ഏറ്റവും താഴ്ന്ന ശിക്ഷ ഉണ്ടാവും എന്ന് പറയുന്നത് എന്തിനാ? ലിഅന്നഹും അസാഉൽ അദബ്, അവർക്ക് സൂൽ അദബ് ഉണ്ടായുണ്ട്, അദബ് കാണിച്ചു. ഫിഹാലി ഹുദൂരിഹിം ബിഅൽസിനതിഹിം, അവർ നാവുകൊണ്ട് വരുന്ന സമയത്തൊക്കെ അദബ് സംസാരിക്കും, മോശപ്പെട്ട വാക്കുകൾ. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, വിശ്വാസങ്ങളുടെ മുമ്പിലും സഹാബാക്കളുടെ മുമ്പിലും ഒക്കെ അവർ അദബ് സംസാരിച്ചു, അവർ നാവുകൊണ്ട് അദബ് കാണിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ മോശപ്പെട്ട ശിക്ഷ വരുന്നത്. അസൂൽ അദബ് യൂജബുത്തർദ്, അദബ് കാണിച്ചാൽ അത് അവനെ അള്ളാഹിന്റെ സാന്നിധ്യത്തിൽ നിന്നിട്ട് കൊയിച്ചു കളയും, ഇല്ലാതാക്കി കളയും. ഇല്ലല്ലദീന താബു വഅസ്ലഹു വഅതസമു ബില്ലാഹി വഖലസൂ ദീനഹും ലില്ലാഹി ഉലൈക മഅൽ മുഅ്മിനീന വസൗഫ യുഅതില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമ എന്നതിനെ വിശദീകരിക്കുന്ന ലം യസ്തരിതു കുല്ല ഹാദിഹി ശറാഇത് ഫി റുജൂഇ അഹദിൻ അൻ ജുർമിഹി, എന്തൊരു വാക്കാണിത് നോക്കൂ. ലം യസ്തരിതു കുല്ല ഹാദിഹി ശറാഇത്, ഈ നിബന്ധനകളൊക്കെ, ഈ ഷർത്തുകളൊക്കെ തെറ്റുകളിൽ നിന്ന് മടങ്ങാൻ വേറൊരു തെറ്റിനും അള്ളാഹു വെച്ചിട്ടില്ല. ലം യസ്തരിതു കുല്ല ഹാദിഹി ശറാഇത്, ഈ ഷർത്തുകളൊന്നും അള്ളാഹു വെച്ചിട്ടില്ല. മിൻ റുജൂ അഹദിൻ മിൻ ജുർമി, വേറൊരു തെറ്റിനും അള്ളാഹു വെച്ചിട്ടില്ല. മാ അശ്റത ഫി റുജൂൽ മുനാഫിഖീന അൻ നിഫാഖിഹിം, മുനാഫിഖീങ്ങൾ അവരെ നിഫാഖിൽ നിന്ന് വരണമെങ്കിൽ പറഞ്ഞ കണ്ടീഷൻ വേറൊരു തെറ്റിനും അള്ളാഹു വെച്ചിട്ടില്ല. എത്ര മോശപ്പെട്ട തെറ്റ് ചെയ്തവരാണെങ്കിലും അവർ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും, വേറൊന്നും അള്ളാഹു പറയില്ല. മുനാഫിഖീങ്ങൾക്ക് എത്രമാത്രം കണ്ടീഷനാ, തൗബ ചെയ്താൽ മാത്രം പോരാ, എന്തൊക്കെയോ കാര്യം ചെയ്യണം. അപ്പോൾ എന്തിനാണ് ഹാലിഹിം ഫീ കുഫ്രിഹിം,
അവരെ കുഫറിലുള്ള കഠിനമായ അവസ്ഥ കൊണ്ടാണ് അങ്ങനെ. വബഅദ തഹ്ലീസിഹിം ഹാദിഹി ശുറൂത്തു ഖാല ലഹും, ഈ ഷർത്തുകളൊക്കെ അവർ പാലിച്ചാൽ തന്നെ അവരോട് അള്ളാഹു പറഞ്ഞെന്താ, ഫൗലായിക മഅൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളൊപ്പമായിരിക്കുന്ന. വലം യകുൽ മിനൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങൾ നിന്നായിരിക്കുന്നോ അങ്ങനൊന്നും പറഞ്ഞില്ല, അവരെ കൂടെ ആയിരിക്കുന്നു പറഞ്ഞിട്ടുള്ളൂ. വഫി ഹാദ ഇശാറത്തുൻ ഐലൻ ഇലാ നുഖ്സാനി റുതുബിഹിം, ഇതും അവരുടെ മർത്തബ, അവരുടെ സ്ഥാനം എത്രമാത്രം ചെറുതാണ് എന്ന് കാണിക്കുന്നതാണ്. വൈൻ തദാറഖു ഇഖ്ലാസിഹിം മാ സബഖ മിൻ ആഫാതിഹിം, അവർക്ക് ഇഖ്ലാസ് ഉണ്ടായാൽ പോലും മുമ്പ് അവർക്ക് സംഭവിച്ച മോശത്തര എത്രത്തോളം അവർക്കൊരു കുറവാണ് എന്നത് കാണിച്ചു തരാനാണിത്. അപ്പോൾ അവർക്ക് നിഫാഖ് സംഭവിച്ചല്ലോ, പിന്നെ അവരിങ്ങോട്ട് വന്നാൽ പോലും, വരുന്നത് പോലും എത്ര ഉഷാറായാലും ആ ഉഷാറിന് ചെറിയ കുറവുണ്ടാവും. കാരണം മുനാഫിക്കായതുകൊണ്ട്, തെറ്റ് ചെയ്തുകൊണ്ടല്ല. അള്ളാഹിൻ്റെ ഖലീഫിനക്ക് എതിരായി അവർ നിന്നു എന്ന കാരണം കൊണ്ട് അവരിനി എത്ര നന്നായാലും നന്നാവുന്നതിന് ഒരു കുറവുണ്ടാവും. ഒരിക്കലും നമ്മൾ അവരെ ശരിക്കുള്ള ആൾക്കാരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണ് വഫീമ അനാഹു അൻഷദു ചില മഹത്തുക്കൾ പാടിയത്, വൽ ഉദുറു മബ്സൂത്തുൻ വലാകിന്നമ സത്താന ബൈനൽ ഉദ്രി വശുക്രി. വൽ ഉദുറു മബ്സൂത്തുൻ, സംഭവമൊക്കെ ശരിയാണ്, ഉദർ വിട്ടുവീഴ്ചയൊക്കെ വിശാലമാക്കപ്പെട്ടതാണ്, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. വലാകിന്നമ, പക്ഷേ സത്താന ബൈനൽ ഉദ്രി വശുക്ർ, നന്ദി ചെയ്തവരും വിട്ടുവീഴ്ച കിട്ടിയിട്ടും വന്നവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ ഖലീഫക്കും എതിരൊക്കെ ജീവിച്ച ആളുകൾ അവർ തിരികെ മടിയും വന്ന് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് നന്നായാലും അവരും അള്ളാഹ്ക്ക് നന്ദി ചെയ്ത് അള്ളാഹിൻ്റെ ഖലീഫക്ക് പിന്നിലായി നിന്ന ആളുകളും ഒരുപോലെയല്ല. യഖൂലു ഇന്നൽ ഹർഫ മഅൽ ലിമുസാഹബത്തി, ഇങ്ങനെ അഭിപ്രായമുണ്ട് ഇവിടെ. പിന്നെ മഅ എന്ന് പറഞ്ഞത് ലിമുസാഹബത്തി, അവരെ കൂടെ ആവണം, അവരുടെ സുഹബത്തിലാവണം എന്നുള്ളതാണ്. ഫൈദാ കാനു മഅൽ മുഅ്മിനീന ഇസ്തജാബു മാ ഇസ്തജീബു ജമാഅത്തുൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളെ കൂടെ ആയാൽ മുഅ്മിനീങ്ങൾ കിട്ടുന്നത് അവർക്കും കിട്ടുമെന്ന്. അപ്പോൾ കൂടെ ആവാൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുനാഫിക്കീങ്ങൾ നന്നായി എന്ന് പറയുക എപ്പോഴും മാത്രമേ ഉള്ളൂ, അവർ സ്വയം നന്നായാൽ മാത്രം പോരാ, അവരെ ജമാഅത്തിൻ്റെ കൂടെ ആവണം. അവർ കുറ്റങ്ങൾ ആരോപിക്കുന്ന ജമാഅത്തുണ്ടല്ലോ, ആ ജമാഅത്തിൻ്റെ കൂടെ ആവണം. ജമാഅത്തിൻ്റെ കൂടെ അടിയുറയ്ക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ മാത്രമേ അവർ സ്വീകരിക്കാൻ പറ്റൂ. വൈദാ കാനു മഅൽ മുഅ്മിനീൻ, അവർ ജമാഅത്തിൻ്റെ കൂടെ ആയാൽ ഇസ്തൗജബു മാ ഇസ്തൗജബു ജമാഅത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് ഇവർക്കും അർഹപ്പെടും. തൗബത്തു ഹാഹുന, ഇവിടെ പറഞ്ഞ തൗബ എന്ന് പറഞ്ഞതോ ഐ റുജൂ അൻ നിഫാഖിഹിം, ഇവിടെ പറഞ്ഞ തൗബ അവരുടെ നിഫാഖിൽ നിന്നുള്ള മടക്കാണ്. അസ്ലഹു, ഇവിടെ അസ്ലഹു എന്ന് പറഞ്ഞതോ ബിസിദ്ഖിഹിം ഫി ഈമാനിഹിം, അപ്പോൾ തൗബയിൽ നിന്ന് മടങ്ങി അവർ ഈമാനിലെ സിദ്ഖുള്ളവരാവണം. വാതസിമു ബില്ലാ, അള്ളാഹനെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബി തബർറുഇ മിൻ ഹൗലിഹിം വ ഖുവ്വതിഹിം, അവർ സ്വന്തം കഴിവിനും ശക്തിയിലും വിശ്വസിക്കുന്നതിന് പകരം അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ കഴിവ് വിശ്വസിക്കണം. വശാഹദു ബിൽ മന്നതി ലില്ലാഹി അലൈഹിം, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അവരിലേക്ക് വന്നത് എന്ന് അവർ സാക്ഷ്യം വഹിക്കണം. ഹൈസു ഹദാഹും, അവർ ഹിദായത്തിലേക്ക് വന്നാൽ പോലും. വാൻ നിഫാഖിഹിം നജാഹും, അവർ നിഫാഖിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് ഹിദായത്തിലേക്ക് വന്നത് അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് അവർ വിശ്വസിക്കണം. അപ്പോൾ ഇവിടെ മുനാഫിക്കിന് അള്ളാഹിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ എന്താ? തൗബ എന്ന് പറഞ്ഞാൽ എന്താ? അവർ നിഫാഖിൽ നിന്ന് മടക്കാണ്. അവർ നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ആ മടക്കത്തിൽ സിദ്ക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ സിദ്ക്ക് ഉണ്ടായാൽ മാത്രം പോരാ, അള്ളാഹിലേക്ക് മടങ്ങിയാൽ മാത്രം പോരാ, ഈ മടക്കവും ഈ ഹിദായത്തിലേക്കുള്ള മടക്കവും നിഫാഖിൽ നിന്ന് രക്ഷപ്പെട്ടതും ഒന്നും സ്വന്തം കൈകൊണ്ടല്ല, അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, അള്ളാഹിൻ്റെ കഴിവ് കൊണ്ടാണ്. സ്വന്തമായി നമുക്ക് ഒരു ഓഹരിയും അതിലില്ല എന്ന് വിശ്വസിക്കലുമാണ്. പിന്നെ ആയത്തിൽ പറഞ്ഞല്ലോ വഖലസൂ ദീനഹും ലില്ലാഹ്, അള്ളാഹിൻ്റെ ദീനിൽ ഇഖ്ലാസ് ഉള്ളവരായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അതെന്താ? മനജാതുഹും ബിഫദ്ലി റബ്ബിഹിം, റബ്ബിൻ്റെ ഫദ്ലിന് നജാതുഹും ബിഫദ്ലി റബ്ബിഹിം, അവർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്, നിഫാഖിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഇഖ്ലാസിലേക്ക് കടന്നു വരുന്നത് അതെന്തല്ല, അത്
അവരെ സ്വയം പ്രയത്നം കൊണ്ടല്ല, അള്ളാഹിന്റെ ഫضل കൊണ്ടാണ്. ലാ ബി ഈമാനിക്കും ഫിൽഹാൽ, ആ സമയത്തുള്ള അവർ ഈമാൻ കൊണ്ടോ വർജൂഹും അൻ നിഫാഖിഹിം വഫീ മളാ അലൈഹിം മിനൽ അഹ്വാൽ, മുമ്പുള്ള അവരുടെ നിഫാഖിൽ നിന്ന് അവർ മടങ്ങിയത് കൊണ്ടോ അവരിപ്പോഴുള്ള ഈമാൻ കൊണ്ടോ ആണെന്ന് അവർ വിശ്വസിക്കരുത്. വഹലസു ദീനഹും ലില്ലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവരെ പറഞ്ഞ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കണം, അവര് ആ മടങ്ങി വന്നതും പിന്നെ അവർ ഇപ്പോൾ ഇതിൽ നിലനിൽക്കുന്നതും അതൊക്കെ അള്ളാഹിന്റെ ഫضل കൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കണം. അല്ലാതെ അവരെ സ്വന്തം കൈകൊണ്ടാണ്, അവരും എന്തൊക്കെയോ നേടിയോണ്ടോ ഇങ്ങോട്ട് എത്തിച്ചേർന്നതാണ്, അങ്ങനൊന്നും മനസ്സിലാക്കരുത്. ഒരു കാൽ ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്, അഖ്ലസൂ ദീനഹും ലില്ലാ, അവർ ദീനിൽ ഇഖ്ലാസ് ആവണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വഹുവ ദവാമു ഇസ്തിഅനാതി ബില്ലാഹ്, ദീനിൽ ഇഖ്ലാസ് ഉള്ളവരെന്നാവണം എന്ന് പറഞ്ഞാൽ എപ്പോഴും അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടിരിക്കണം. ഫി അൻ യുസബ്ബിതഹും അലൽ ഈമാൻ, ഈമാനിൽ അടിയുറച്ച് നിൽക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ മുഅ്മിനീങ്ങളുടെ വിശേഷനാണ് എപ്പോഴും ഇങ്ങനെ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവെ നീ എന്നെ ഈമാനിൽ ഉറപ്പിച്ച് നിർത്ത്, തബ്ബിത്ത് ഖുലൂബഹും അലൽ ഈമാൻ, ഈമാനിൽ ഉറപ്പിച്ച് നിർത്ത് എന്ന് പറയല്. അപ്പം അവർ അഖ്ലസൂ ദീനഹും ലില്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെപ്പോഴും സഹായം തേടും, അവർ ഈമാനിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി. വയഅസിമുഹും അനിർ റുജൂ ഇലാ മാ കാനു അലൈഹി മിനൻ നിഫാഖ്, മുമ്പ് അവർക്കുണ്ടായിരുന്ന നിഫാഖ് ഉണ്ടല്ലോ, അതിലേക്ക് തിരിച്ചു പോകുന്നതിന് തൊട്ട് രക്ഷപ്പെടുത്താനും ഇതിൽ ഉറപ്പിച്ച് നിർത്താൻ എപ്പോഴും അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അതാണ് അഖ്ലസൂ ദീനഹും ലില്ലാ. ഈ ഒരു അർത്ഥത്തിലൊക്കെ ഇത് ഓതി വെക്കും. ഇന്നല്ലദീന താബു വഅസ്ലഹു വഅതസ്മു ബില്ലാ വഅഖ്ലസൂ ദീനഹും ലില്ലാ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ അഖ്ലസൂ ദീനഹും ലില്ലാ, അവർ തൗബ ചെയ്തു, നല്ല സൽക്കർമ്മങ്ങളിൽ മുഴുകി, വഅതസ്മു ബില്ലാ അള്ളാഹിനെ മുറുകെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ കൈകൊണ്ടൊന്നല്ല നന്നായത്, അള്ളാഹിന്റെ ഫضل കൊണ്ടാണ്, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ടാണ്, എനിക്കൊന്നും ഞാൻ ഇവിടെ നന്നായതുകൊണ്ടൊന്നും എനിക്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. വഅഖ്ലസൂ ദീനഹും ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി ഇഖ്ലാസ് ഉള്ളവരാവാന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും അള്ളാഹിനോട് പറയാം, അള്ളാഹുവെ ഞാനിപ്പോൾ നിഫാഖിലായിരുന്നു മുമ്പ്, ഇന്നെ എപ്പോഴും ഇതിൽ നിന്നിടത്തന്നെ ഇനി തിരിച്ച് മടങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവരുതേ, എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അവർ എന്നാ. യുഖാൽ ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞു, താബു അനി നിഫാഖ്, ഇവിടെ തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിഫാഖിൽ നിന്ന് തൗബ ചെയ്യുക എന്നുള്ള. വഅസ്ലഹു ബിഖ്ലാസി ഫിൽ ഇഅ്തിഖാദ്, അവർ വിശ്വസിക്കുന്നതിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ് അസ്ലഹു എന്ന് പറഞ്ഞാൽ. അപ്പൊ തൗബ നിഫാഖിന്ന് തൗബ ചെയ്യണം, ഈ അള്ളാഹിന്റെ ഖലീഫിനൊക്കെ വിശ്വസിക്കുന്നതിൽ അവർക്ക് വിശ്വാസം ഉണ്ടാവുകയും വേണം. വഅതസമു ബില്ലാഹി ബിസ്തിഅദാഇ തൗഫീഖ്, അപ്പൊ അള്ളാഹുവിനെ മുറുകെ പിടിക്കണം എന്നാണ് അവിടെ അതുകൊണ്ട് അർത്ഥാക്കുന്നത്, അള്ളാഹു എനിക്ക് തൗഫീഖ് ഉണ്ടാവണേ, എപ്പോഴും തൗഫീഖ് ഉണ്ടാവണേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കലാണ്. അഖ്ലസൂ ദീനഹും ലില്ലാ, ദീനിന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി ഇഖ്ലാസ് വെച്ചവരെ, അള്ളാഹിന്റെ ദീനിൽ ഇഖ്ലാസ് വെച്ചവരായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഫി അന്നഹും നജാതഹും ബിഫദ്ലില്ലാഹി വൽതുഫിഹി, അള്ളാഹിന്റെ ഫضل കൊണ്ടും അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ലാ ബി ഇതിയാനിഹിം ബിഹാദിൽ അഷ്യാ, അല്ലാതെ അവന്റെ പ്രവർത്തനം കൊണ്ടല്ല, ശരിക്കും അള്ളാഹിന്റെ കൈ കൊണ്ടാണ് ഇതൊക്കെ രക്ഷപ്പെട്ടത് എന്ന് അവൻ വിശ്വസിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കണ്ടീഷനൊക്കെ റെഡിയാവുന്നത്. താബു വഅസ്ലഹു വഅതസ്മു ബില്ലാ വഅഖ്ലസൂ ദീനഹും ലില്ലാ, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഇതിൻ്റെ ഒക്കെ അർത്ഥം മുനാഫിക്കാണെങ്കിൽ ആ മുനാഫിക്കിന്റെ അർത്ഥം ഇതൊക്കെയാണ്. വമൻ യഫഅലല്ലാഹു ബിഅദാബികും ഇൻ ശകർതും ആമൻതും വകാനല്ലാഹു ഷാക്കിറൻ അലീമ, അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ പറയാണ്, ഹാദിഹിൽ ആയാത്തു ഫി ആയാത്തിൽ ലദീ തൂജിബു ഹുസ്നുർ റജാഇ വഖുവ്വത്തുൽ അമൽ, ഈ ആയത്തുണ്ടല്ലോ, വമൻ യഫ്അലുല്ലാഹു ബിഅദാബികും, എന്താ ഇപ്പം എനിക്ക് കിട്ടാനുള്ള നിങ്ങളെ ശിക്ഷിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്, അത് വലിയ പ്രതീക്ഷ നൽകുന്ന ആയത്താണ്. ഹുസ്നു റജാഇ വഖുവ്വത്തുൽ അമൽ, അള്ളാഹിനെ തൊട്ടുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന, അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ആയത്താണ്. ലിഅന്നഹു ജഅല മിൻ അമാറാത്തിൽ അമാനി മിൻ ഉഖൂബാത്തി ഷൈഅതൈനി ഇസ്നൈൻ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ എണ്ണിയപ്പോൾ രണ്ട് കാര്യങ്ങൾ എണ്ണിയത്. എന്താണിത്? അശ്ശുക്ർ വൽ ഈമാൻ, ഈമാനും ശുക്റും. അത് മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും, എന്താ ഇപ്പം എനിക്ക് കിട്ടാനുള്ള നിങ്ങളെ ശിക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞെന്താ? ഇൻ ശക്കർത്തും ആമൻതും,
നിങ്ങൾ ശുക്ർ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യാണ്, അപ്പം ഞാൻ നിങ്ങളെ ശിക്ഷിക്കണമെന്ന് ചോദിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ എന്താ? അശുക്ർ വൽ ഈമാൻ, ഈമാൻ ശുക്റാണ്. വഹുമാ ഹസലത്താനി യസീറത്താനി ഹഫീഫത്താനി. എന്നാൽ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബാഹ്യമായി നോക്കിയാൽ ഹസലത്താനി യസീറത്താനി ഹഫീഫത്താൻ വളരെ നിസാരമായി എളുപ്പം നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ലേ. ഫൈന ശുക്ർ കാലത്തുൻ, നമുക്ക് നന്ദി നമുക്ക് പറയാലോ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാലോ ബാഹ്യമായിട്ട്. അത് നമ്മളെ വാക്കിൽ നിന്നുള്ളതല്ലേ നന്ദി. ഈമാനു ഹാലത്തുൻ, അതുപോലെ തന്നെ ഈമാൻ തന്നെ നമ്മളെ ഹാലല്ലേ, നമ്മളെ വിശ്വാസമല്ലേ. ഇതിൽ പ്രവർത്തനങ്ങളൊന്നും ഇല്ലല്ലോ. അത് നമ്മൾ ശുക്ർ ചെയ്തു, വിശ്വസിച്ചു. ഇതുണ്ടെങ്കിൽ അള്ളാഹു നമ്മൾ ശിക്ഷിക്കൂല എന്നുള്ളത് പറഞ്ഞു. അപ്പം പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. വലക്കത് ഹവ്വന സബീലു അലൽ അബ്ദ് ഹീന റദിയ മിൻഹു ബികാലത്തിഹി വഹാലത്തി. അപ്പോൾ അള്ളാഹു നമ്മൾ അടിമക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായി കൊടുക്കുകയാണ് ചെയ്ത്. അവൻ്റെ വാക്കും അവൻ്റെ ഹാലും ഓക്കെ ആണെങ്കിൽ അതെല്ലാം പുറത്തുതരാനും ശിക്ഷിക്കൂല എന്നത് പറഞ്ഞു. അത് മുനാഫിക്കിനെ പറ്റി അല്ല പറഞ്ഞു നോക്കിയേ. ഈ തൗബ ചെയ്താൽ മാത്രം പോരാ, നന്മ ചെയ്താൽ മാത്രം പോരാ, അള്ളാഹിനെ മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, ഇഖ്ലാസ് ഉണ്ടായാൽ മാത്രം പോരാ, മുഅ്മിനീങ്ങളെ കൂടെ ആവുകയും വേണം. എത്ര കണ്ടീഷനാണ് പറഞ്ഞത്. ഇവിടെ അള്ളാഹ് നമ്മൾ പറയാം, വെറുതെ അള്ളാഹ് ശിക്ഷിക്കൊന്നുമില്ല. നിങ്ങൾ മുഅ്മിനീങ്ങളെ സമയത്ത് പറയാം, നിങ്ങൾ ശുക്ർ ചെയ്ത് വിശ്വസിച്ചാൽ അത് മതി. വളരെ സിമ്പിൾ. വശുക്റു ലാ യസിഹു ഇല്ലാ മിനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾ തന്നെ അല്ലാതെ ശുക്ർ സ്വീകരിക്കപ്പെടൂല, ശരിയാവില്ല. ഫഅമ്മൽ കാഫിർ ഫലാ യസിഹു മിൻഹു ശുക്ർ. കാരണം കാഫിറിന് ശുക്ർ ശരിയാവില്ല. ലിഅന്ന ശുക്ര താഅത്തുൻ, കാരണം ശുക്ർ ചെയ്യുക എന്ന് പറയുന്നത്, നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അമലാണ്. താഅത്തുൻ ലാ യസിഹു മിൻ ഗൈരി മുഅ്മിൻ, മുഅ്മിൻ എന്നല്ലാതെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. വഖൗലുഹു വആമൻതും, പിന്നെ ഇവിടെ പറഞ്ഞല്ലോ ആമൻതും മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും ആമൻതും എന്ന് പറഞ്ഞല്ലോ. അല്ല, ആമൻതും എന്ന് പറഞ്ഞതോ യാനി ഫിൽ മആൽ, അവസാനത്തെ വിശ്വാസം എന്നാ. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ വിശദീകരിച്ച് മുഹമ്മദ് റാസി തങ്ങൾ പറഞ്ഞത് ഇൻ ശക്രത്തും ആമൻതും, ഈ രണ്ടിന് എന്തിനാണ് ആദ്യം ശുക്ർ പറഞ്ഞത് പിന്നെ വിശ്വാസം പറഞ്ഞത് എന്തിനാ? അത് നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ ഈ വ്യാഖ്യാനം ഉണ്ടല്ലോ വളരെ യോജിച്ച വ്യാഖ്യാനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്താ ആമൻതും, ഇവിടെ ആമൻതും രണ്ടാമത് പറഞ്ഞല്ലോ. എന്തിനാ? യാനി ഫിൽ മആൽ, അവസാനത്തെ ഈമാൻ ശരിയാവുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല, മരിക്കുമ്പോൾ മുസ്ലിം ആവണം, അതാ കാര്യമുള്ളൂ. അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ തിജാനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മരിക്കുമ്പോൾ തിജാനിയാവണം. അവരെ പറ്റി മാത്രമേ അവർക്ക് കിട്ടുന്ന ഗുണങ്ങളൊക്കെ നമ്മൾ പറയുള്ളൂ. അല്ലാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ യാനി ഫിൽ മആൽ, അതിൻ്റെ അവസാനമാണ് ഉദ്ദേശിക്കുന്നത്. അന്നഹു ബയ്യന അന്ന നജാത ഇന്നമാ തകൂനു ലിമൻ കാനത്ത് ആഖിബതുഹു അലൽ ഈമാൻ. അപ്പം ഈ തെറ്റുകൾ, ഈ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞത് ആർക്കാ? അവസാന ആഖിബത്ത് ഈമാനിലായി മരിക്കുന്നവർക്കാ, അല്ലാത്തവർക്കല്ല. ഫമ അനൽ ആയ, ഈ ആയത്തിൻ്റെ അർത്ഥം ലാ യുഅദ്ദിബുകുമുല്ലാഹു അദാബൻ തഖ്ലീദ്, അള്ളാഹു കാലാകാലമുള്ള ശിക്ഷ ഒന്നും ആർക്കും കൊടുക്കൂല. ഇൻ ശകർത്തും ഫിൽഹാൽ, അവൻ്റെ ആ ഉപ്പുള്ള അവസ്ഥയിൽ ശുക്ർ ചെയ്യുകയാണെങ്കിൽ, വാമൻതു ഫിൽ മആൽ, അവൻ മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കുകയാണെങ്കിലും. ഇപ്പോൾ ശുക്റുള്ള അവസ്ഥയിലാണ്, മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അള്ളാഹ് ശിക്ഷിക്കൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വയക്കാൽ, ഇങ്ങനെയും പറയപ്പെടുത്തുന്നുണ്ട്. ഇൻ ശക്കർത്തും, അതിന് മറ്റൊരു വ്യാഖ്യാന, ഇൻ ശക്കർത്തും വ ആമൻതും, ശുക്ർ ചെയ്താൽ ഈമാനുള്ളവരായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സദ്ദഖ്തും ബി അന്ന നജാതകും ബില്ലാ, നിങ്ങൾ വിശ്വസിക്കലാണ് ബി അന്ന നജാതകും ബില്ലാ, രക്ഷപ്പെടുന്ന അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. ലാ ബി ശുക്രിക്കും വബീമാനിക്കും. ഇൻ ശക്കർത്തും വാമൻത്തും എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ശുക്ർ ചെയ്താൽ ഈമാൻ വർദ്ധിച്ചാൽ എന്നല്ല. ശുക്രിനെ ആദ്യം പറയാൻ കാരണം, അല്ലെങ്കിൽ ആമൻത്തെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ശുക്രിനെ ആദ്യം പറയാൻ കാരണം രക്ഷപ്പെടുന്നത് ശുക്ർ കൊണ്ടോ, രക്ഷപ്പെടുന്നതുകൊണ്ട് ഈമാൻ കൊണ്ടല്ല, നിങ്ങൾ ശുക്ർ കൊണ്ടുമല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അള്ളാഹിനെ കൊണ്ട് മാത്രം, അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ രക്ഷപ്പെടുള്ളൂ, അല്ലാതെ നിങ്ങൾ ശുക്ർ കൊണ്ട് ഈമാൻ കൊണ്ടല്ല. അതുകൊണ്ട് ആദ്യം ശുക്ർ പറഞ്ഞതെന്ന്. വയുക്കാൽ, ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. അശുക്റു ഷുഹൂദുൻ നിഅമത്ത് മിനല്ലാഹ്. ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൽ നിന്നാണ് നിയമത്ത് എന്ന് സാക്ഷ്യം വഹിക്കലാണ്.
വൽ ഈമാനു റൂയത്തുല്ലാഹി ഫീ നിഅമതി. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ നിയമത്തിൽ, ആ അനുഗ്രഹത്തിൽ അള്ളാഹിനെ കാണലാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇൻ ശക്കർത്തും വാമനത്തും എന്ന് പറഞ്ഞത്? ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഇപ്പോൾ നിങ്ങൾ ശുക്ർ ചെയ്താന്നർത്ഥം അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്താൽ. വാമനത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ നന്മകളിൽ നന്മയല്ല ഉള്ളത്, അള്ളയാണെന്ന് കാണൽ. ഈ രണ്ടും, നന്മകളെ കാണൽ, അതിന് നന്ദി ചെയ്യൽ. രണ്ടാമത് ആ നന്മകളെ നന്മകളായി കാണാതെ അള്ളാഹായിട്ട് കാണാൻ സാധിക്കൽ. റൊയ്യത്തുല്ലാഹി ഫീ നിഅമതി, അവൻ്റെ നിയമത്തിൽ അള്ളാഹിനെ കാണൽ. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്നമാ ഖാൽ, അത് ഏതുപോലെയാണ് വേറെ രൂപത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതുപോലെ ഉണ്ടാവും? ഇൻ ഷാഹത്തും നിഅമത്ത് മിനല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ നിന്ന് നിയമത്തിനെ കണ്ടാൽ ഫലാ യഖ്തഅന്നകം ഷുഹൂദുഹാ അൻ ഷുഹൂദിൽ മുൻഇം. ഒരു നിയമത്ത് അള്ളാഹുവിൽ നിന്നായിട്ട് കണ്ടാൽ അത് അവനെ ഒരിക്കലും മുറിച്ച് കളയാൻ പാടില്ല, ആ നിയമത്ത് തന്നവനെ കാണുന്നതിന് തൊട്ട്. അത് നമുക്കൊരു നിയമത്ത് തന്നാൽ ആ നിയമത്ത് കാണുന്നതോടൊപ്പം നമുക്ക് ആ നിയമത്തെ തന്നവനെ കാണാനും സാധിക്കണം. എങ്കിലെന്തോ നമ്മൾ പ്രശ്നമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ രണ്ടും കൂടി ഒരുമിപ്പിക്കുമ്പോൾ ശക്കർത്തും വാമനത്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനെ അല്ലെങ്കിൽ ശുക്ർ മാത്രം പറഞ്ഞാൽ മതി, ഈമാൻ മാത്രം പറഞ്ഞാൽ മതി. ഇതുകൊണ്ടത് രണ്ടും പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു അനുഗ്രഹം തന്നാൽ ആ അനുഗ്രഹം അള്ളാഹുവിൽ നിന്നാണെന്ന് കണ്ടാൽ മാത്രം പോരാ, ആ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് അള്ളാഹിനെയും കാണാൻ സാധിക്കണം. ആ അനുഗ്രഹം കാരണം നിങ്ങൾ അള്ളാഹുവിൽ നിന്നിട്ട് മറയിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന്. കൗലുഹു, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഖാന അല്ലാഹു ഷാക്കിറൻ അലീമ, വല്ലാഹു ഷാക്കിറുൻ അലീം, അള്ളാഹു ഷാക്കിറുൻ അലീമുക്കാണ്. വമാന, അതിൻ്റെ അർത്ഥം എന്താ? കൗനിഹി ഷാക്കിറൻ അന്നഹു മാദിഹുൻ ലിൽ അബ്ദ്. ഷാക്കിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അവൻ്റെ അടിമനെ പ്രകീർത്തിക്കുന്നവനാണ്. മുഷ്ഹിദുൻ അലൈഹി ഫീമാ യഫ്അലു, അവൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കാണുന്നവനാണ്, സാക്ഷ്യം വഹിക്കുന്നതാണ്. ലിഅന്ന ഹഖീഖത്തു ശുക്ർ വഹദഹു, കാരണം ശുക്രൻ്റെ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. എന്താണത്? അസ്സനാഉ അലൽ മുഹ്സിനി ബിദിക്രി ഇഹ്സാനിഹി, കാരണം ആരെയാണോ ഒരു നന്മ ചെയ്യുന്നത് ആ നന്മ ചെയ്ത ആളെ പ്രകീർത്തിക്കലാണ്. എങ്ങനെ പ്രകീർത്തിക്കുക? അവൻ ചെയ്ത നന്മനെ തൊട്ട്. ഒരാൾ ശുക്ർ ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ്, ഒരാളോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കാന്നപ്പോഴാണ് അവൻ ചെയ്ത നന്മനെ എടുത്ത് പറഞ്ഞ് അവൻ പ്രകീർത്തിക്കലോ, നന്നായിട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ, താങ്ക്സ് ഇട്ടോ നമുക്ക് പറയല്ലോ, അതിനല്ല ശുക്ർ എന്ന് പറയാം. വൽ അബ്ദു യഷ്കുറുല്ലാഹ്, ഒരു അടിമ എപ്പോഴാണ് അള്ളാഹിന് ശുക്ർ ചെയ്യുന്നത്? ഐ യുസ്നി അലൈഹി ബിദിക്രി ഇഹ്സാനിഹി ഇലൈഹി അല്ലദീ ഹുവ നിഅമതുഹു അലൈഹി. അള്ളാഹു ഒരു അടിമക്ക് ഒരു നന്മ ചെയ്യുമ്പോൾ ആ നന്മനെ അള്ളാഹുവിൽ നിന്നായിട്ട് കണ്ട് അള്ളാഹുവിനെ സ്തുതിക്കൽ. അൽഹംദുലില്ലാ, അള്ളാഹു നീ എനിക്കിതൊക്കെ തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ്, അതാണ് അടിമൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി പ്രകടനം. വറബ്ബു യഷ്കുറുൽ അബ്ദി, റബ്ബ് എപ്പോഴാണ് അവൻ്റെ അടിമക്ക് ശുക്ർ ചെയ്യുക? യുസ്നിയ അലൈഹി ബിദിക്രി ഇഹ്സാനി, അവൻ്റെ പ്രവർത്തനത്തെ, അവൻ്റെ നന്മനെ പ്രകീർത്തിക്കുന്നതിലൂടെ. അല്ലദീ ഹുവ ത്വാഅത്തുൻ ലഹു, അതായത് അവനെ അനുസരിക്കുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, ആ അമൽ ചെയ്യുന്നത് പ്രകീർത്തിക്കുന്നതിലൂടെ. ഫൈനല്ലാഹ യുസ്നി അലൈഹി ബിമാ യഫ്അലുഹു മിനത് ത്വാഅ. അപ്പോൾ ഇതിൽ വളരെ ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഫൈനല്ലാഹ യുസ്നി അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമനെ പ്രകീർത്തിക്കുന്നുണ്ട്. ബിമാ യഫ്അലുഹു മിനത് ത്വാഅ, അടിമ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിൽ അടിമയുടെ സൽക്കർമ്മങ്ങളൊക്കെ പ്രകീർത്തിക്കുന്നുണ്ട്. അള്ളാഹു ഒരു അടിമ നിസ്കരിച്ചു, എൻ്റെ അടിമ നിസ്കരിക്കുന്നുണ്ട്, എൻ്റെ അടിമ എനിക്ക് എൻ്റെ ദിക്ർ ചൊല്ലുന്നുണ്ട്, എൻ്റെ അടിമ സദക്ക ചെയ്യുന്നുണ്ട്, ഇങ്ങനൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ പ്രകീർത്തിക്കും. ഇമാ യഫ്അലു മിനത് ത്വാഅ, അവൻ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾ മേലില്. മാ ഇൽമിഹി, അവനൊരു അതോടൊപ്പം അവൻ്റെ കൂടെ എന്തുണ്ട്? മാ ഇൽമിഹി ബി അന്ന ലഹു ദുനൂബൻ കസീറൻ, അടിമക്ക് ഒരുപാട് തെറ്റുകളുണ്ട് എന്ന് അറിയുന്നതോടുകൂടി തന്നെ. അപ്പോൾ ഒരു യജമാനൻ അടിമനെ പ്രകീർത്തിക്കുക അടിമക്ക് മുഴുവൻ നന്മയാണെന്നുള്ള അർത്ഥത്തിലല്ല. യജമാനനറിയാം അടിമക്ക് തെറ്റുകളുണ്ടെന്ന്. എന്നാലും അടിമ യജമാനനെ അനുസരിച്ചാൽ ആ യജമാനൻ ആ അടിമൻ്റെ നന്മകൾ എടുത്തു പറയുകയും പ്രകീർത്തിക്കുകയും ചെയ്യും. അവന് ധാരാളം തെറ്റുകൾ ഉള്ളതോടു കൂടി തന്നെ. ഒയക്കാൽ ഇങ്ങനെയും പറയുന്നുണ്ട്,
യഷ്കുറുഹു അള്ളാഹു നന്ദി ചെയ്യുന്നു പറഞ്ഞാൽ ഫഇൻ അലിമ അന്നഹു സയർജിഉ ഫി മുസ്തഅനഫി ഇലാ ഖബീഹി അമാലിഹി. അപ്പോൾ അള്ളാഹു അവന് നന്ദി ചെയ്യും, അവൻ്റെ നന്മ എടുത്തു പറയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ എടുത്തു പറയും, അവൻ നന്മ ചെയ്താൽ അവൻ എടുത്തു പറയും, ഭാവിയിൽ ഏറ്റവും മോശപ്പെട്ട കാര്യത്തിലേക്ക് അവൻ മടങ്ങും എന്ന് അള്ളാഹുവിന് അറിവുള്ളതോട് കൂടി തന്നെ. ഒരടിമ ഒരു നന്മ ചെയ്താൽ ആ നന്മന് അള്ളാഹു എടുത്തു പറയും, അതിന് അള്ളാഹു പ്രതിഫലം നൽകും. ആ അടിമ ഭാവിയിൽ അതിനെ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് അള്ളാഹുവിന് അറിഞ്ഞിരിക്കുന്നതോട് കൂടി തന്നെ അപ്പോഴും അള്ളാഹു ചെയ്യും. നമ്മൾ വിചാരിക്കേണ്ട അള്ളാഹ് ഫുള്ള് നന്മ ചെയ്യുന്നവരെ മാത്രമേ പ്രകൃതിക്കുള്ളൂ, അങ്ങനെയല്ല. ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ അടിമ ചെയ്യുന്ന അള്ളാഹ്ക്ക് ബോധ്യമുണ്ടെങ്കിലും അള്ളാഹു അവൻ്റെ നന്മകൾ എടുത്തു പറയും. യുക്കാൽ യഷ്കുറുഹു അള്ളാഹു അവനെ നന്ദി ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ്? ലിഅന്നഹു യഅലമു ളഅഫഹു അള്ളാഹുവിനെ അറിയാം എൻ്റെ അടിമ ബലഹീനനാണ് എന്നറിയാം. ആ അർത്ഥത്തിൽ അള്ളാഹു അവൻ നന്ദി ചെയ്യും. ചെറുതായി നന്മ ചെയ്താൽ തന്നെ അള്ളാഹു അവന് എടുത്തു പറയും, അതിനവന് പ്രതിഫലം നൽകും. എന്തുകൊണ്ടാണ്? അടിമക്കറിയാം, അല്ല അള്ളാഹുവിനെ അറിയാം അവൻ്റെ അടിമ ബലഹീനനാണെന്ന്. യഖൂലു യഷ്കുറുഹു അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. യഷ്കുറുഹു അവൻ അവന് യഷ്കുറുഹു അവന് നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹ് നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ലിഅന്നഹു യഅലമു അന്നഹു ലാ യഅസി ലിഅന്നഹു യഅലമു അന്നഹു ലാ യഅസി വഖസ്ദുഹുൽ മുഖാലഫത്തു റബ്ബിഹി. അള്ളാഹുവിനറിയാം അവൻ്റെ അടിമ അവന് തെറ്റ് ചെയ്യൂല, അവനെ എതിർക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അടിമ തെറ്റ് ചെയ്യുന്നത് അള്ളാഹുവിനെ എതിർക്കണം എന്ന് വിചാരിച്ചിട്ടോ ധിക്കാരം കാണിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല. പക്ഷേ അവൻ എന്തിനാ ചെയ്യുന്നത്? വലാകിന്നഹു യുദ്നിബു ലിസ്തിഹ്ലാഹി അഹ്വാലിൽ ബശരിയ്യതി അലൈഹി. അവൻ്റെ ശാരീരികമായ കുറവുകൾ കാരണമാണ് അവനത് ചെയ്യുന്നത്. ശാരീരികമായ ആവശ്യങ്ങൾ വരുമ്പോൾ അവൻ ബലഹീനമായി പോകുന്നതാണ്. ആ ഒരു ഘട്ടത്തിലാണ് അവൻ ആ തെറ്റ് ചെയ്തു പോകുന്നത്. അല്ലാതെ ഉടമനെ ധിക്കരിക്കണം എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യുന്നതല്ല എന്ന് അള്ളാഹുവിനറിയാം. മീൻ ഷഹവാത്തി ഗാലിബൻ, അവനിൽ നിന്ന് എന്തെങ്കിലും ദേഹേച്ഛകളൊക്കെ വരുമ്പോൾ ആ ദേഹേച്ഛകളിലൊക്കെ അകപ്പെട്ടു പോയിട്ട് അറിയാതെ തെറ്റ് സംഭവിക്കുന്നതാണ്, അല്ലാതെ അള്ളാഹിനെ ധിക്കരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. അതുകൊണ്ട് അള്ളാഹു അവന് നന്ദി ചെയ്യും. അവൻ്റെ ചെറിയ ചെറിയ തെറ്റുകൾ വരെ അവൻ്റെ ചെറിയ ചെറിയ നന്മകൾ വരെ എടുത്തു പറയും, അതിന് പ്രതിഫലം കൊടുക്കും. കാരണം അവൻ തെറ്റ് ചെയ്താൽ പോലും ആ തെറ്റ് ചെയ്യുന്നത് അള്ളാഹിനെ ധിക്കരിക്കുക എന്നുള്ള അർത്ഥത്തിലൊന്നല്ല. അത് അവൻ്റെ ശാരീരികമായ താല്പര്യങ്ങളും ദേഹേച്ഛകളും അവനെ കീഴ്പ്പെടുമ്പോൾ അവനറിയാതെ അതിൽ പെട്ടു പോകുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. വയുഖാലു യഷ്കുറുഹു, പണ്ഡിതന്മാരിങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. യഷ്കുറുഹു അള്ളാഹു നന്മ ചെയ്യുക, അള്ളാഹു ശുക്ർ ചെയ്യുക, നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ലിഅന്നൽ അബ്ദ യഅലമു ഫീ ഹാലത്തി ദുനൂബിഹി. അടിമ അവൻ തെറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കലാണ് അന്നഹു ലഹു റബ്ബൻ യഗ്ഫിർ ലഹു, അവന് റബ്ബുണ്ട്, അവന് പുറത്തു കൊടുക്കുന്ന റബ്ബ് എന്ന്. അപ്പോൾ അവന് അള്ളാഹുവിന് നന്ദി ചെയ്യുന്നു, അള്ളാഹു അവന് നന്ദി ചെയ്യുന്നു എന്നൊക്കെയുള്ള പറയുന്ന കാര്യങ്ങൾ മാച്ച് ആവുന്നത് എപ്പോഴാണ് അറിയോ? എന്ന അബ്ദ ആലം, അടിമക്ക് അറിയലാണ് ഫി ഹാലത്തി ദുനൂബിഹി, അവൻ തെറ്റ് ചെയ്യുന്ന സമയത്ത് അന്നഹു ലഹു റബ്ബൻ, അവന് റബ്ബുണ്ട് എന്ന്, യഗ്ഫിറു ലഹു, അവന് പുറത്തു കൊടുക്കുന്ന റബ്ബ്. അപ്പോൾ അവൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തൗബ ചെയ്യാൻ അവന് ഒരു മടിയുണ്ടാവില്ല, കാരണം അവൻ്റെ റബ്ബ് പുറത്തു കൊടുക്കുന്നവനാണ്. ഈ വിശ്വാസമില്ലാത്തൊരടിമ മുനാഫിക്കായിരിക്കും. കാരണം എന്താ? അവന് തെറ്റ് ചെയ്താൽ നന്മ ചെയ്യുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ്. തെറ്റ് ചെയ്താലോ ആൾക്കാരെ മുമ്പിൽ മോശമുള്ളത് മാത്രം വിഷയമുള്ളൂ. അവൻ തെറ്റ് സംഭവിച്ചാൽ അവന് ചിലപ്പോൾ അള്ളാഹിലേക്ക് പൊറുക്കൽ ചോദിക്കൂല. കാരണം എന്താ? അവൻ്റെ വിശ്വാസത്തിൽ അതൊന്നും പുറത്തരില്ല എന്ന വിശ്വാസമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മുഅ്മിൻ്റെ വിശ്വാസം എന്താ? അവന് ഒരു തെറ്റ് സംഭവിച്ചാലും അള്ളാഹുലേക്ക് പെട്ടെന്ന് മടങ്ങുന്നവനായിരിക്കും. കാരണം ആ തെറ്റ് അള്ളാഹു പുറത്തു തരുന്നവനാണെന്ന് അവന് വിശ്വാസമുണ്ട്. ആ കാരണം കൊണ്ട് അതുകൊണ്ട് ആ പ്രവർത്തനം കൊണ്ട് അള്ളാഹുലേക്ക് അവൻ നന്ദി ചെയ്തവനാവും.
അള്ളാഹു തിരിച്ചും അവന് ആ പ്രതിഫലം നൽകിക്കൊണ്ട് അവന് തിരിച്ചു നന്ദി ചെയ്തു കൊടുക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, ലാ ഷൈഉ അസ്അബു അലൻ നഫ്സി മിനൽ ഇഖ്ലാസ്. ഇഖ്ലാസിനെക്കാളും ഒരു നഫ്സിന് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യം തന്നെയല്ല. ഇഖ്ലാസിനെക്കാളും നഫ്സിന് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയല്ല. കുല്ലമാ ഇജ്തഹദൽ അബ്ദു ഫീ ഖതഇ റിയാ. നമ്മളിപ്പോൾ എത്ര കഠിനാധ്വാനം ചെയ്ത് റിയാവിനെ, ലോകമാന്യത്തെ, ആളുകളെ മുമ്പിൽ കാണിക്കുന്ന പരിപാടിനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാലും നബത അലാ ലൗലിൻ ആഖർ, അത് വേറെ രൂപത്തിൽ മുളച്ചു വരും. ഒരാൾ പിന്നെ ആരും കാണണ്ട എൻ്റെ അമലുകൾ എന്ന് വിചാരിച്ച് റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് ഇങ്ങനെ ഇബാദത്ത് ചെയ്താലും ഇതൊക്കെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അവൻ കൊതിക്കുന്ന രൂപത്തിൽ അത് മുളച്ചു വരും. അങ്ങനെ പലതുമായിട്ട് മുളച്ചു വരും. അപ്പം പിന്നെ ഒരു ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസകരമായ ഒരു കാര്യം. അത് ലോകമാന്യം കാണിക്കുന്നത് എത്ര അത് ഒഴിവാക്കുന്ന എത്ര പരിശ്രമിച്ചാൽ വേറൊരു രൂപത്തിൽ വരും. ഫലാ തതതഹറു ലഅബ്ദു മിൻഹ, അതിൽ നിന്നൊരിക്കലും ഒരു അടിമക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഇല്ലാ ബിതഹഖീഖിൽ ഫനാ, അള്ളാഹുവിലുള്ള പരിപൂർണമായ ഫനാഇനെ പൂർത്തീകരിച്ചിട്ടില്ലാതെ. വൽ ഐബതി അനിസ്സിവാ ബികുല്ലിയത്തി, അല്ലല്ലാത്ത എല്ലാത്തിൽ നിന്നും അറിയുന്നൊരവസ്ഥ അവന് ഉണ്ടാവുന്നതല്ലാതെ. ഇതൊക്കെ എപ്പോഴാണ് സാധ്യമാവുക? ഒരു ശൈഖിലൂടെ യാത്ര ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് നമ്മളെ അമലുകൾ ചെയ്യാനേ കഴിയും. നമ്മൾ ഉള്ളിൽ കുറേയൊക്കെ നമുക്ക് നോക്കാമെന്നല്ലാതെ ഒരു പരിധി കഴിഞ്ഞാൽ പറ്റൂല. എന്താ, ആ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മളെ കൺട്രോളിലല്ല. അത് നമ്മളിപ്പോൾ ബാഹ്യമായിട്ട് ഓരോന്നോരോന്ന് മാറ്റി റിയാവിനെ മാറ്റാനൊക്കെ നോക്കിയാലും നമ്മൾ പ്രയാസപ്പെടുകയുള്ളൂ. അത് വേറെ രൂപത്തിൽ വരും. അപ്പോൾ നമ്മൾ പൂർണ്ണമായും നമ്മൾ ശേഖന് സമർപ്പിക്കുക. ഒരു മയ്യത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആളെ മുമ്പിൽ കിടക്കുന്നു കൊടുക്കുന്നത് പോലെ ശേഖ് അതിൽ മാറ്റങ്ങൾ വരുത്തി ശുദ്ധീകരിച്ചോളൂ. ആ ശുദ്ധീകരിക്കുന്ന സംഭവം എങ്ങനെ ഉണ്ടാവുക? അവൻ അള്ളാഹുവിനെ ഫനാവിലും ബക്കാവിലും അള്ളാഹുവിനെ മാത്രമേ കാണുന്നൊരവസ്ഥ ഉണ്ടാവും. ഫനാവിൽ അള്ളാഹുവിനെ കാണുന്ന അവസ്ഥയിൽ അവന് ദുനിയാ വേറൊന്നും ഇല്ല എന്നുള്ളത് വരും. അപ്പോൾ പിന്നെ അവന് എന്തുണ്ടാവില്ല, വേറെ ആരെയും കാണുന്നില്ലല്ലോ എന്നുള്ള ചിന്തയായിരിക്കും. ബക്കാവിലും അതുപോലെ തന്നെ അള്ളല്ലാത്ത ഒന്നും കാണുന്നില്ല. ഫനായിലുള്ള കാഴ്ചയിൽ വേറെ ഒരാൾക്ക് ഒരു കാഴ്ചയില്ല എന്ന് വരും. ഫനായിൽ ബക്കാവിലുള്ള കാഴ്ചയിലോ എല്ലാവരും കാണുന്നത് അള്ളാഹുവിലൂടെയാണ് എന്നുള്ളൊരു കാഴ്ചയും വരും. ഇത് രണ്ടാണെങ്കിലും അള്ളല്ലാത്തൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അവൻ്റെ ഈ ആത്മീയമായ യാത്ര സാധ്യമാവുമ്പോഴാണ് അവന് റിയാ ഒഴിവാവുക. ഈ റിയാ ഒഴിവാകുമ്പോഴാണ് അവന് ഇഖ്ലാസ് ഉണ്ടാക്കാൻ പറ്റുക. കമാ കാല അശുസ്തരിയു റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ശുസ്തരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, തഹിറൽ ഐന ബിൽ മദാമി സഖബൻ മിനശ്ശുഹൂദി സിവാ തസുൽ കുല്ല ഇല്ല. നിങ്ങൾ നിങ്ങളെ കണ്ണിനെങ്ങനെ നനയ്ക്കണം? എന്തുകൊണ്ട് ബിഷുഹൂദ് നനച്ചുകൊണ്ട് പരിശ്രമിക്കണം. എന്തിന് ബിഷുഹൂദി ശിവ, അല്ലല്ലാത്ത ഒന്നിനെ കാണുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താലോ നസുല കുല്ല ഇല്ലൻ, എല്ലാ രോഗങ്ങളും അതുകൊണ്ട് ശിഫയാക്കപ്പെടും. അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അല്ലല്ലാത്ത ഒന്നും ഇവിടെ കാണുന്നില്ല, അല്ലല്ലാത്ത ഒന്നുമില്ല എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് കിബർ ഉണ്ടാവില്ല, റിയാ ഉണ്ടാവില്ല, ഹസദ് ഉണ്ടാവില്ല, ഒജുബ് ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. അവനിതൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ മാരിഫത്തിലുള്ള യാത്ര ആണ് ഹൃദയത്തിൻ്റെ രോഗങ്ങളൊക്കെ മായ്ക്കാൻ ഏറ്റവും നല്ലത്. കാല ബൗദുഹും, ആരിഫീങ്ങൾ ചിലർ പറഞ്ഞിട്ടുണ്ട്, ലാ യൻബുത്തുൽ ഇഖ്ലാസു ഫിൽ ഖൽബ്, കൽബിൽ ഇഖ്ലാസ് പൊട്ടിമുളക്കൂല. ഹത്താ യസ്കുതു മിൻ ഐനി നാസ്, ജനങ്ങളിൽ നിന്ന് അവൻ കൊഴിഞ്ഞു വീകാതെ, ജനങ്ങളെ കാഴ്ചയിൽ നിന്ന് അവൻ കൊഴിഞ്ഞു വീകാതെ. യുസ്കിതു നാസ മിൻ ഐനി, ജനങ്ങളെ കാണുന്ന കാഴ്ചയിൽ നിന്ന് ഇവനും മാറാതെ. രണ്ടവസ്ഥകൾ ഉണ്ടാവാതെ ഇഖ്ലാസ് ഉണ്ടാവില്ല. ഒന്ന്, ജനങ്ങളെ കാഴ്ചയിൽ നിന്ന് ഇവൻ മാറണം. രണ്ടാമത്, ജനങ്ങളെ കാണുന്നതിൽ നിന്ന് ഇവൻ്റെ കാഴ്ചയും മാറണം. ഈ രണ്ടവസ്ഥ ഇല്ലാതെ ഇഖ്ലാസ് ഉണ്ടാവില്ല. ജനങ്ങളെ കാണുന്ന അവസ്ഥ ഒരാൾക്ക് ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവൻ എല്ലാം ചെയ്യുന്ന അള്ളാഹ്ക്ക് വേണ്ടിയാവും, വേറൊന്നും ഉണ്ടാവില്ല. അവൻ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും. വൽ ഇഖ്ലാസു മിൻ അഅ്മാലിൽ ഖുലൂബ്, ഇഖ്ലാസ് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ
അമലുകൾപ്പെട്ടതാണ്. ഫലാ യത്തലിഉ അലൈഹി ഇല്ലാ അല്ലാമുൽ ഗുയൂബ്, അല്ലാമുൽ ഗുയൂബായ തമ്പുരാനല്ലാതെ അത് അറിയാൻ സാധിക്കില്ല. ഒരാളുള്ളിൽ ഇഖ്ലാസ് ഉണ്ടോയെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അല്ലാതെ അറിയാൻ പറ്റൂല. ഫലാ യജൂസു അൻ യുഹ്കമ അലാ അഹദിൻ ബിരിയാ, അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ ഇയാൾ റിയാവിൻ്റെ ആൾ, രോഗമാന്യത്തിൻ്റെ ആളാണ് എന്ന് പറയൽ, വിധി എഴുതൽ നമുക്ക് അനുവദനീയമല്ല. കാരണം നമുക്കറിയാലോ ഇഖ്ലാസ്, ഓൻ ഇഖ്ലാസ് ഒന്നുമില്ല, ഓൻ രോഗമാന്യാണ്, ഇവന് ഇഖ്ലാസ് ഉണ്ട്, ഇവന് ഭയങ്കര ഉഷാറാണ് എന്നൊന്നും പറയാൻ നമുക്ക് അധികാരമില്ല. കാരണം അത് ഹൃദയത്തിൻ്റെ കാര്യമാണ്. ഇഖ്ലാസൊക്കെ നമുക്ക് ഇങ്ങനെ അളക്കാൻ പറ്റുക? അങ്ങനെ അളക്കാൻ പറ്റൂല. ബിമുജറദി മാ യറാ അലൈഹി മിനൽ ഇദ്ഹാർ, നമ്മളെപ്പോഴും സാധാരണ റിയാ ഉണ്ടെന്ന് പറയൽ ആളുകളെ കാണിക്കുന്ന അവസ്ഥ അവനുണ്ടാവുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഒരാൾ അവൻ്റെ അമലുകൾ വേറൊരാളെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് റിയാ ആണെന്ന് നിങ്ങൾ വിധിയെത്തി പോകരുത്. കാരണം നിങ്ങൾക്കത് അറിയില്ല, അവൻ്റെ ഹൃദയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. വഖദ് തദ്ഖുൽ റിയാ ഉമാൽ ഇസ്റാർ, കാരണം ചിലപ്പോൾ റിയാ നിങ്ങൾ രഹസ്യമാക്കി വെച്ചാലുണ്ടാവും. നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞില്ലേ, നമ്മൾ രഹസ്യമായി ഇബാദത്ത് ചെയ്യുമ്പോൾ ഇതൊക്കെ ആൾക്കാർ കണ്ടീനെങ്കിൽ നമ്മൾ വിചാരിക്കണം അവിടെ റിയാ ഉണ്ട്. യതഖല്ലസു മിനൽ ഖൽബി മാൽ ഇദ്ഹാർ, എന്നാൽ ഒരാൾ ബാഹ്യമായി ചെയ്താലും, പരസ്യമായി ഒരാൾ സദക്ക കൊടുക്കുന്നു, ഓന് കണ്ടില്ല എന്തൊരു പരതയാണെന്ന് നോക്കൂ, ആൾക്കാരെ കാണിക്കാനാണ് സദക്ക ചെയ്യുന്നത്, എന്തിനാ അങ്ങനെ വേണ്ടത്? മറച്ചു വെച്ചാൽ പോരെ, അതല്ലേ വേണ്ടത്, എന്തിനാ പരസ്യമായി ചെയ്യുന്നത്? പരസ്യമായ അമലെന്ന് ഞാൻ കാണിക്കണത്. ഇപ്പം നമ്മളിപ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ ഖത്മുൽ ഖുർആനൊക്കെ നടത്തുന്നുണ്ട്, ആരെങ്കിലും കുറച്ച് പേരൊക്കെ അതിൽ വന്ന് പിന്നെ ഓരോ നഫ്സ് വഞ്ചിക്കുന്ന ഒരു സംഭവമാണ്. എന്താ ഈ പരസ്യമാക്കണത്? ഒറ്റക്ക് ഓതിയാൽ പോരെ, ആളുകൾ കാണല്ലേ, നമുക്ക് റിയാവ് വരല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ വിചാരിക്കും ശരി തന്നെ, ഞാൻ ഒറ്റക്ക് ചെയ്യാം, 2 ദിവസം പിന്നെ ഒറ്റക്ക് ചെയ്യും, പിന്നെ അതും ഉണ്ടാവില്ല. അപ്പോൾ നഫ്സ് നമ്മൾ വഞ്ചിക്കുന്നത് നമുക്ക് മനസ്സിലാവണില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന അമലുകൾ പബ്ലിക്കാക്കുന്നത് കൊണ്ട് അതിൽ ഇഖ്ലാസ് ഇല്ലയെന്ന് വരില്ല. പബ്ലിക്കാക്കിയാലും നമുക്ക് ഇഖ്ലാസ് ഉണ്ടാവാം. രഹസ്യമാക്കിയെന്ന് വിചാരിച്ച് അതിൽ റിയാ ഇല്ലയെന്നും വരില്ല. രഹസ്യമാക്കിക്കൊണ്ട് ചിലപ്പോൾ റിയാ ഉണ്ടാവുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട അമലുകളൊക്കെ ഇപ്പം നമ്മൾ ഷെയ്ഖ് പറഞ്ഞിട്ട് ചെയ്യാണ്, നമ്മൾ മശായിഖന്മാർ നമ്മളോട് കൽപ്പിച്ചിട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ റിയാ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ രഹസ്യമായി ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ അതിലൊക്കെ റിയാ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫിൽ ഹിക്കം, ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സക്കന്ദരി തങ്ങളുടെ ഹിക്കമിൽ പറയുന്നുണ്ട്, റുബമ ദഖല റിയാ വാലീക ഹൈതു ലാ യൻദുറുൽ ഖൽഖ ഇലൈക, ജനങ്ങൾ നിങ്ങളെ കാണുന്നില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഉള്ളിലേക്ക് എന്ത് വന്നേക്കാം? റിയാ കടന്നു കൂടിയേക്കാം. ജനങ്ങൾ കാണണമെന്നില്ല, ജനങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് റിയാ കടന്നു കൂടിയേക്കാം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിൽ ഇബാദത്ത് ചെയ്താലും നമ്മൾ ഉള്ളിലേക്ക് റിയാ കടന്നു കൂടിയേക്കാം. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു ആഗ്രഹം വരും, ഞാൻ ഈ സമൂഹത്തിലൊന്നുമില്ല, ഞാൻ ഈ ഫുൾ ഒറ്റപ്പെട്ട് ഇബാദത്തിൽ മുഴുകയാണ് എന്നൊക്കെ പറയും. ആ പറച്ചിൽ തന്നെ നമുക്ക് അറിയാതെ നമ്മൾ ഒറ്റപ്പെടുക നമ്മൾ പ്രഖ്യാപിക്കുന്നതിലൂടെ തന്നെ ആ ഒറ്റപ്പെടുന്നതിൽ നിന്നുണ്ട് റിയാ ഉണ്ട്. ഇനിയിപ്പോൾ പ്രഖ്യാപിച്ചില്ല, ഒറ്റപ്പെടാൻ പോയാൽ തന്നെ കണ്ടില്ല, ഞാൻ കുറച്ച് ഉഷാറായില്ല, നാട്ടുകാരൊക്കെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ അതിൽ ഒറ്റപ്പെടുന്നതിലോ സമൂഹത്തിലാവുന്നതിലോ അല്ല കാര്യം. അതുകൊണ്ടല്ലേ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും ഒറ്റപ്പെടാൻ ആഗ്രഹിച്ചാൽ അവൻ ഒറ്റപ്പെടലിൻ്റെ അടിമയാണ്. ആരെങ്കിലും സമൂഹത്തിന് മുമ്പിൽ വരണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ ആ സമൂഹത്തിന് മുമ്പിൽ വെളിവാവുന്നതിൻ്റെ അടിമയാണ്. ആരെങ്കിലും അള്ളാൻ ആഗ്രഹിച്ചാൽ അവൻ അള്ളാൻ്റെ അടിമയാണ്. അപ്പം ലാ യൻദുറു ഖൽഖയിലേക്ക്, അപ്പോൾ ജനങ്ങളാരും കണ്ടിട്ടില്ലെങ്കിലും അവൻ റിയാ വരൂല എന്നൊന്നുമില്ല. ഫൈദ തഖല്ലസൽ അബ്ദു മിൻ ദഖായിഖ റിയാ, ആരെങ്കിലും പിന്നെ ഒരടിമ അവൻ റിയാവിൻ്റെ സൂക്ഷ്മമായ റിയാവിനെ തൊട്ടൊക്കെ അവൻ ശുദ്ധീകരിച്ചാൽ, അതിലൊക്കെ ഇഖ്ലാസ് കൊണ്ടുവന്നാൽ, വാസ്ലഹ മാ ബൈനഹു വ ബൈനല്ലാഹ്, അവനെന്ത് ചെയ്തു? അവനും അവൻ്റെ അള്ളാൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ അവൻ നന്നാക്കിയിട്ടുണ്ട്. ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ടായാൽ അവനും അവൻ്റെ അള്ളാൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ അവൻ ശരിപ്പെടുത്തിയിട്ടുണ്ട്. വഅതസം ബിഹി ദൂന ശൈഇൻ സിവ, അതുകൊണ്ട് തന്നെ അവൻ അള്ളല്ലാത്ത ഒന്നിനെ മുറുകെ പിടിക്കുന്നത് ഒഴിവാക്കിയിട്ടുമുണ്ട്. കാന മഅൽ മുഖലിസീൻ അൽ മുഖറബീൻ, അവൻ അള്ളാഹുവിൽ ഇഖ്ലാസ് വെച്ച ഏറ്റവും നല്ല ഇഖ്ലാസുള്ളവരിലും അള്ളാഹുവിനോട് സാമീപ്യം കരസ്ഥമാക്കിയ മുഖറബീങ്ങളിൽ അവൻ ഉൾപ്പെടും. ഫയഖൂനു അമലുഹു മഅഫൂറൻ, അങ്ങനെ വരുമ്പോൾ അവൻ്റെ അമലുകളെല്ലാം മഅഫൂറൻ ധാരാളമായി പരിഗണിക്കപ്പെടും. വസഅയ്ഹു മഷ്കൂറൻ, അവൻ്റെ പരിശ്രമങ്ങളെല്ലാം ശുക്റുള്ളതായിട്ട് പരിഗണിക്കപ്പെടും. വലില്ലാഹി തൗഫീഖ്, അള്ളാഹു നിന്നാണ് തൗഫീഖ്. ഒക്കെ തക്കല്ലമ ഫി ഇഹ്യാഉൽ ഉലുമുദ്ദീൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല ഹാദിയിൽ ആയാത്ത്,
ഈ ആയത്തിനെ കുറിച്ച്. ഇന്നമാ കാന മുനാഫിഖൂന ഫീ ദർക്കൽ അസ്ഫൽ, മുനാഫിഖീങ്ങൾ നരകത്തിൻ്റെ ഏറ്റവും താഴത്താണെന്നുള്ളത്. ലിഅന്നഹും ജഹദു ബഅദ ഇൽം, അതെന്തുകൊണ്ടാണെന്നറിയോ? അവരറിവുണ്ടായിട്ടും അതിനെ നിഷേധിച്ചതുകൊണ്ടാണ്. അത് അവർക്ക് അറിവുണ്ട് ഇത് സത്യമായ മാർഗമാണ്, എന്നിട്ടും അതുകൊണ്ട് അതിനെ നിഷേധിച്ചതിനാണ് അങ്ങനെ സംഭവിച്ചത്. വഇന്നമാ തദാഫു അദാബുൽ ആലിം ഫീ മഅസിയത്തി, അതുകൊണ്ടാണ് ഒരു ആലിമായ മനുഷ്യന്, അറിവുള്ള ഒരാൾ, അവൻ്റെ ഭാഗം തെറ്റ് സംഭവിക്കുമ്പോൾ അത് ഇരട്ടിയാക്കപ്പെടുന്നത്. ലിഅന്നഹു അസാ അൻ ഇൽമിൻ, കാരണം അവന് അറിവുള്ളതോടു കൂടിയാണ് തെറ്റ് ചെയ്യുന്നത്. നമ്മളൊക്കെ നമ്മളൊന്നും ആലിമല്ല, നമ്മളൊക്കെ സാധാരണക്കാരാൻ വിചാരിക്കുക. അങ്ങനൊന്നല്ല. ഈ ആലിം എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് ലഭിച്ച ആള്. ഏതൊരു ആലിമും അവൻ അറിയാത്ത വിഷയത്തിൽ ജാഹിലാണ്, അറിയുന്ന വിഷയത്തിൽ ആലിമാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്കിതൊക്കെ അറിയില്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്നിട്ട് നമ്മളത് ചെയ്യുന്നില്ല എങ്കിലോ നമ്മളൊക്കെ ആലിമ് തെറ്റ് ചെയ്തവരെ പോലെയാവും. നമുക്കറിയാം ത്വരീഖത്തിൻ്റെ പ്രാധാന്യം, നമുക്കറിയാം ദിക്റിൻ്റെ പ്രാധാന്യം, നമുക്കറിയാം ഹിദ്മത്തിൻ്റെ പ്രാധാന്യം, നമുക്കറിയാം എല്ലാത്തിൻ്റെ ഇതിനൊക്കെ പറ്റി അറിഞ്ഞ് നല്ല അറിവിൽ ഇങ്ങനെ സമ്പുഷ്ടി നേടിയ ആളുകളാണ് നമ്മളൊക്കെ. എന്നിട്ട് നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് അറിയാതെ ചെയ്യുന്ന ആളുകളെ പോലെ ആവില്ല. കാരണം ആ അറിവിനോട് കൂടി അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വലിയ തെറ്റാണ്. കുൽത്തു, അതുകൊണ്ട് ഞാൻ പറയാണ്, വഫാം മിൻ ഖൗലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ഫി അബി താലിബിനെ കുറിച്ച്. ലൗല അന, ഞാനില്ലായിരുന്നെങ്കിൽ, എന്നെ കൊണ്ടല്ലായിരുന്നെങ്കിൽ, ലക്കാന ഫി ദറക്കൽ അസ്ഫലി മിന്നാർ, അബൂ താലിബ് നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാവുമായിരുന്നു. എൻ്റെ കാരണം കൊണ്ട് അത് അങ്ങനെയല്ലാന്ന്. ദാലിക്ക വിഅറാദിഹി മഅൽ ഇൽം, അറിവുണ്ടായിട്ടും അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞുകൊണ്ടാണ്. അബൂ താലിബിന് അറിയാം ഇത് വിശ്വാസങ്ങൾ റസൂലാണ് എന്ന് അറിയാം, ദീന് സത്യമാണെന്ന് അറിയാം, എന്നിട്ടും അതിന് തിരിഞ്ഞു കളഞ്ഞതുകൊണ്ടാണ് ഏറ്റവും താനുള്ള കാരണം അത് ആവുമായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞു വിശ്വാസങ്ങൾ. വഖാല ഫി ഇഹ്യാ ഉലൂമുദ്ദീൻ പറഞ്ഞു, ആയതൻ ശദ്ദദ അംറുൽ മുനാഫിക്കീങ്ങളുടെ കാര്യം തീവ്രമാക്കപ്പെടുന്നത് ലിഅന്നൽ കാഫിറു കഫറ വഅദ്ഹറ, കാഫിറായ മനുഷ്യൻ അവൻ കുഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അവൻ ബാഹ്യമായത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. വൻ മുനാഫിക്ക്, എന്നാൽ മുനാഫിക്കോ കഫറ വ സത്തറ, അവൻ കുഫർ ചെയ്യുകയും ചെയ്തു എന്നാൽ അത് മൂടി വെക്കുകയും ചെയ്തു. വകാന സത്തുറുഹു ലി കുഫ്രിഹി കുഫ്റൻ ആഖർ, കാരണം അവന് ഓൾറെഡി ഉള്ള കുഫർ കൊണ്ട്, കുഫറിൻ്റെ മേലെ വേറൊരു കുഫർ കൊണ്ട് കൂടി. എന്താ സത്തറ? അവന് മറച്ചു വെച്ചതാണ്. ലിഅന്നഹു ഇസ്തഖഫ ബിനദറില്ലാഹി ഇലാ ഖൽബി, എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്? ലിഅന്നഹു ഇസ്തഖഫ ബിനദറില്ലാഹി ഇലാ ഖൽബി, അവൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹ് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവനത് പ്രാധാന്യമേ കൽപ്പിച്ചില്ല. എന്തുകൊണ്ടാണ് മുനാഫിക്ക് ആളുകളെ മുമ്പിൽ ഇസ്ലാം കാണിക്കാതിരുന്നത്? ആളുകൾ കണ്ടോട്ടെ. ആളുകളുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് അവൻ ഇസ്ലാം ആയതും ഉള്ളിൽ അവൻ്റെ കുഫർ ഉള്ളതും അവൻ കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളെ മുമ്പിൽ സ്ഥാനം കിട്ടാൻ, കാഫിരീങ്ങളെ മുമ്പിലും മുഅ്മിനീങ്ങളെ മുമ്പിലും രണ്ടുപേരുടെ മുമ്പിലും സ്ഥാനം കിട്ടാൻ ആണ് അവനെ ചെയ്തത്. അതുകൊണ്ട് ജനങ്ങളാണ് അവന് വലുത്, അള്ളല്ല. അതുകൊണ്ട് ലിഅന്ന ഇസ്തഖഫ ബിനദറില്ലാഹി ഇലാ ഖൽബി, അള്ളാഹ് അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട് എന്നുള്ളത് അവൻ വളരെ ലൈറ്റായിട്ടാണ് കണ്ടത്. അതൊന്നും വലിയ സംഭവമായിട്ട് കണ്ടിട്ടേ ഇല്ല. അള്ളമ അമ്റുൽ മഖ്ലൂഖീൻ, ജനങ്ങളൊക്കെ അവനെ നോക്കേണ്ടത് വലിയ കാര്യമായിട്ട് കാണുകയും ചെയ്തു. അപ്പോൾ മുസ്ലിമീങ്ങളുടെ സ്ഥാനം കിട്ടാൻ അവിടെയൊക്കെ ഇങ്ങനെ കാണുന്നില്ല, അപ്പോൾ മുസ്ലിമായി നടക്കാം. കാഫിരിങ്ങളുടെ സ്ഥാനം കിട്ടാൻ ഓരിടയിൽ മറ്റൊരു കളിയാക്കുകയാണ്, നമ്മൾ വെറുതെ ശരിക്കും മുഅ്മിനീങ്ങളൊന്നല്ല എന്ന് പറഞ്ഞ് അടക്കുകയും ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യുന്നത്? അവർ ജനങ്ങളെ കാണുകയാണ്. അള്ളാഹ് അവരെ കാണുന്നുണ്ട് എന്നുള്ള അവർ വലിയ കാര്യമാക്കിയില്ല, ജനങ്ങൾ കാണുന്നുണ്ട് വലിയ കാര്യമാക്കി. വഹാസിൽ ഇതിൻ്റെ ഒക്കെ രത്നച്ചുരുക്കം എന്താ? അന്ന തസ്ദീദ് ഫിൽ റിയാഇ വൻ നിഫാഖ്, റിയാഉനും നിഫാഖിനൊക്കെ, അതായത് ആളുകളെ കാണിക്കുന്നതും അതുപോലെ കപട വിശ്വാസത്തിനും ഒക്കെ കഠിനമായ ശിക്ഷ വരുന്നത് എന്തുകൊണ്ടാണ്? ലിമാ ഫീ ദാലിക മിൻ തഅലീമിൻ നദറിൽ ഖൽഖി അലാ നദറിൽ ഖാലിഖ്, അള്ളാഹു അവരെ കാണുന്നുണ്ട് എന്നുള്ള ചിന്തനേക്കാളും കൂടുതൽ അവർ ചിന്തിച്ചത് ജനങ്ങൾ അവരെ കാണുന്നുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് വകാന അഅ്ളമു മിനൽ കുഫ്രി ശരീഹുൻ, അത് ബാഹ്യമായി അവിശ്വാസം കാണിക്കുന്നതിനേക്കാളും മോശപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നിഫാഖ് മോശപ്പെടുന്നത്, എന്തുകൊണ്ടാണ് റിയാവ് മോശപ്പെടുന്നത് നോക്കിയാൽ
അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തേക്കാൾ കൂടുതൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ ജനങ്ങളെ കാണിക്കാനുള്ളതാണോ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? ജനങ്ങളെ കാഴ്ചയാണോ നമുക്ക് ഏറ്റവും വലുതായി തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മളുള്ളിലും നിഫാഖിൻ്റെ അംശമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളതിൽ പണിയെടുക്കണം എന്നാണ് ഇബ്നു അജീബ് തങ്ങൾ പറയുന്നത്. അൽഹംദുലില്ലാ, ഇതോടുകൂടി നമ്മൾ പിന്നെ ഹിസ്ബ് 10ാമത്തെ ഹിസ്ബിൻ്റെ തഫ്സീർ കംപ്ലീറ്റ് ചെയ്തു. 9ഉം 10ഉം അടക്കം 5ാമത്തെ ജുസ് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ്. അള്ളാഹു ഇതുപോലെ പരിശുദ്ധ ഖുർആൻ മൊത്തം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഇതന്നെ ഏകദേശം ഒരു വർഷത്തോളം എടുത്തിട്ടാണ് നമ്മൾ ഒരു ജുസ് കംപ്ലീറ്റ് ചെയ്തത്. ഒരു വർഷം ആവാനാവുന്നു. ഇനി ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു 30 വർഷമൊക്കെ എടുത്താലേ ഖുർആൻ മൊത്തം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നിയ്യത്ത് വെക്കാലോ അങ്ങനെയൊക്കെ ചെയ്യാൻ തൗഫീഖിന് വേണ്ടിയിട്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് വർദ്ധിപ്പിച്ച് തരട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പിന്നെ ഈ രൂപത്തിൽ നമുക്ക് തഫ്സീർ ചെയ്യുന്ന ഒരു രംഗം, അത് മലയാളത്തിൽ പറയുകയും അതിന് വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്ന് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കേരളക്കരയിൽ ഇങ്ങനെ സംഭവം ഇല്ല. നമുക്ക് നമ്മളെ നാട്ടിലൊക്കെ അവൈലബിൾ ആവുന്നത് പഴയ കാലത്തെ എന്തെങ്കിലും ജലാലൈനി തഫ്സീറിൻ്റെ വിശദീകരണം, അല്ല അതുമായി ബന്ധപ്പെട്ട ബാഹ്യമായ കുറേ വിശദീകരണങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നും പൂർണ്ണമായിട്ടും ഇല്ല. ഇത് നമ്മൾ ഒരുപാട് ആയത്തിലിറങ്ങിയിട്ടാണ് നമ്മളിതൊക്കെ വിശദീകരിക്കുന്നത്. അൽഹംദുലില്ലാ, അതുകൊണ്ട് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആ തൗഫീക്കിനെ നിലനിർത്താൻ നമ്മളെപ്പോഴും ദുആ ചെയ്യണം. അതിൻ്റെ മുകളിൽ നമ്മൾ അമൽ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് അള്ളാഹു വർദ്ധിപ്പിച്ച് തരും. അങ്ങനെയാണ് നമ്മളിന്നും വിശദീകരിച്ചത്. ലൈൻ ശക്കുർത്തും ലാജീതന്നക്കും. നന്ദി ചെയ്താൽ അള്ളാഹു വർദ്ധിപ്പിച്ചു. നന്ദി ചെയ്യുന്നത് പ്രധാനമായി നമ്മൾ അമൽ കൊണ്ടാണ്. അള്ളാഹു നമുക്കതൊക്കെ മുമ്പിൽ വെളിവാക്കി തന്നിട്ട് നമ്മൾ അതിന് വേണ്ട രൂപത്തിൽ പരിഗണിക്കുകയും അതിനെ മുകളിൽ നമ്മൾ അമൽ ചെയ്യുകയും ചെയ്താൽ മാത്രമേ അത് വർദ്ധിപ്പിച്ചു തരുള്ളൂ. അല്ലെങ്കിൽ നമുക്കതൊന്നും അള്ളാഹു വർദ്ധിപ്പിച്ച് തരണമെന്നില്ല. ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ.